പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാന സ്തോത്രം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിന്നെ ഒരു പ്രാവശ്യത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതാനുഭവമായിട്ട് കടന്നുവരുവാതെ അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം മറ്റുമായി സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലായിടത്തും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ മകൾക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. കർത്താവെ സഹായിച്ചാട്ട് സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കുവൈറ്റിൽ നിന്ന് പ്രിയ സിസ്റ്റർ ലേഖ ലൂക്കോസാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലയോ? അതെ, കുവൈറ്റിൽ നിന്ന്. ഓക്കെ സിസ്റ്റർ. രജനി സിസ്റ്റർ നമുക്ക് നമ്പർ തന്നത്. നാട്ടിലെവിടെയാ? എന്റെ വീട് കോട്ടയം ജില്ലയിലെ വാകത്താനം എന്ന് പറയും. ശരി. സിസ്റ്റർ ജനിച്ചു വളർന്നൊക്കെ വാകത്താനത്ത് അല്ലേ? വളർന്നത് വാകത്താനത്ത് തന്നെ. ശരി. എന്റെ വീട് റാന്നിയില്ല. ശ്വാസിന്റെ വീട് റാന്നിയില്ല എന്ന് കേട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവിടെ അതിപ്പോ എല്ലാവരും അത് പറയുന്നുണ്ട്. റാന്നിയിൽ എവിടെയാ? റാന്നിയില് ചിറ്റേട്ടെന്ന്, വീട്ടുപേര് ചിറ്റേട്ടെന്നാണ്. അവിടെ ഒരു ഇട്ടിപ്പാറയിൽ ഒരു കടയൊക്കെ ഉണ്ട്. ഒരു മോഡേൺ ഫാർമസി, ആര്യവൈദ്യശാല, അതൊക്കെ മമ്മിയുടെ വീട്ടുകാരുടെ. എനിക്ക് തോന്നുന്നു കുര്യാക്കോസ് വൈദ്യൻ എന്ന് പറയുന്നത് അതാണോ? കുര്യാക്കോസ് വൈദ്യൻ എന്ന് പറഞ്ഞത് മമ്മിയുടെ ഒരു ഫാദർ മരിച്ചുപോയി. മമ്മിയുടെ ഫാദർ എന്റെ അപ്പച്ചൻ മരിച്ചുപോയി. ഇപ്പൊ ഒരു അപ്പച്ചന്റെ കൊച്ചുമോന, അതായത് മമ്മിയുടെ ആംഗ്ലയുടെ മോന ഇപ്പൊ അവിടെ ഇരിക്കുന്ന കടയിൽ എന്റെ കൂടെ പഠിച്ചതാ. ഓ, അത് ശരി. ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു റാന്നി കോളേജില്. കൊച്ചുമോന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മനസ്സിലായി. കൊച്ചുമോന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. ഞാൻ ഇടയ്ക്കൊന്നോ നാട്ടിൽ വന്നപ്പം വൈദ്യശാലയിൽ പോയി പുള്ളി ഒന്ന് കണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത്. കുടുംബത്തെ ഏകദേശം ഒന്ന് പരിചയപ്പെടുത്തി, എന്നാലും ഹസ്ബൻഡിനെ കുറിച്ചും അതുപോലെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിവരങ്ങളൊന്നും ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായിരിക്കും. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ. അതെ, ഓക്കെ. എന്റെ വീട് വാകത്താനത്തിന്റെ, കല്യാണം കഴിച്ചിരിക്കുന്നത് പാലായ ചേർപ്പുങ്കൽ എന്ന് പറയും. ഹസ്ബൻഡിന്റെ വീട് പാലായിലാണ്. ഹസ്ബൻഡിന്റെ പേര് ബെന്നി. 2 മക്കള്, മെറിൻ, മെർവിൻ. മോളിപ്പോ ഓസ്ട്രേലിയയിലാണ്, മോന് ബാംഗ്ലൂർ പഠിക്കുന്നു. പിന്നെ ഞാനിവിടെ കുവൈറ്റില് 30 വർഷത്തിനടുത്തായി ജോലി ചെയ്യുന്നു. ഞങ്ങളിവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ ഞങ്ങൾ 2 തനിച്ചേ ഉള്ളൂ. മക്കളെ 2 പഠിക്കുന്നു. മോള് ജോലി ചെയ്യുന്നു, മോൻ പഠിക്കുന്നു. ഒരു വിശ്വാസ മാർഗത്തിലൊക്കെ വന്നത് കുവൈറ്റിൽ ചെന്നിട്ടാണോ? ആക്ച്വലി ഞാൻ സ്നാനപ്പെട്ടിട്ടാണ് കുവൈറ്റിലേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ടാണ് പിന്നെ എന്റെ ബാക്കിയുള്ള ക്രിസ്തീയ ജീവിതം മുഴുവൻ ഇവിടെ വന്നതിന് ശേഷമാണ്. ആത്മീയമായിട്ട് ദൈവം ഇത്രത്തോളം എന്നെ നിർത്തിയത് കുവൈറ്റിൽ വന്നതിന് ശേഷമാണ്. ഞങ്ങൾ 2 പേരും അതെ വന്നതിന് ശേഷം ചർച്ചൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചില് ദൈവം ഇതുവരെ നിർത്തിയിരിക്കുന്നു. അതെ, എനിക്കൊന്ന് നിങ്ങളെ കനാന ബാക്ക്ഗ്രൗണ്ട് ആണോ അതോ? യാക്കോബയ. കാരണം എന്റെ ഫ്രണ്ടൊക്കെ എന്ന് പറഞ്ഞാല് അവരൊക്കെ ആ ഒരു പശ്ചാത്തലം, അതാ ഞാൻ അങ്ങനെ എടുത്ത് ചോദിച്ചത് കേട്ടോ. ഹസ്ബൻഡ് ജ്ഞാനായ കാത്തലിക്. അതുപോലെ സിസ്റ്റർ എന്റെ ഫ്രണ്ട് അനിലൂടെ വർക്ക് ചെയ്യുന്നില്ലയോ? അതെ, ഒത്തിരി സന്തോഷം. ഓക്കെ, ഇവരൊന്നിച്ച് പഠിച്ചതാണ്. അറിയാം. പാസ്റ്ററുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. സിസ്റ്റർക്ക് പറയാം, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമുണ്ട് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആയിക്കോട്ടെ. ആദ്യമായിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ,
ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം തന്ന ഈ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവ് എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ ചേർത്ത് പിടിച്ചത്, കർത്താവിനെ വഴി നടത്തിയ ആ വിധങ്ങളെ എന്റെ മക്കളോട്, ഹല്ലേലൂയ, കർത്താവ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് അറിയിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിരിഹിതമല്ലാത്ത ഒരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വീഴരുത്. കർത്താവ് അറിയുന്നു, എന്റെ അവസ്ഥയൊക്കെ ദൈവം അറിയുന്നു. കർത്താവ്, ഞാൻ ഒന്നിന് യോഗ്യതയുള്ളവളല്ല എന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ലേഖ ലൂക്കോസ് എന്റെ പേര്. എന്റെ വീട് കോട്ടയം വാകത്താനത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് ആകെ നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വീട്ടമ്മ, ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മ എന്ന് മാത്രം എന്നെ കരുതിയാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് പുകഴുവാനൊന്നുമില്ല. ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒരു സാധാരണ വിശ്വാസി, അതിനപ്പുറം ഒന്നുമില്ല. എന്റെ കർത്താവും ഞാനുമായിട്ടുള്ള ബന്ധം, അത് പേഴ്സണൽ, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഞാൻ ജീവിക്കുന്നു. എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ഇതെല്ലാം ഉണ്ട്. ഒരു സാധാരണ ഒരു വിശ്വാസിയാണ്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ എനിക്ക് പുകഴുവാനൊന്നുമില്ല. എന്റെ ഭൗതിക ജീവിതത്തിലും അതുപോലെ തന്നെ എനിക്ക് പുകഴുവാനൊന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്റെ സാക്ഷ്യം. എനിക്ക് എന്നെ ശക്തിപ്പെടുത്തിയ ഒരു വാക്യം ആദ്യം തന്നെ ഞാൻ പറയട്ടെ. സങ്കീർത്തനങ്ങൾ 18:29, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ മേൽ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ വേദനകളെ പറയാനല്ല, മറിച്ച് എന്റെ കർത്താവ് ആ സമയത്തൊക്കെ എന്നെ ചേർത്ത് പിടിച്ചത്, എന്നെ കരുതിയ വിധങ്ങളെ പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ ഇന്നായിരിക്കുന്നത്. ഞാൻ ഒരു സാമാന്യം ഒരു കൂട്ടുകുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പച്ചനും അമ്മച്ചി അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. രാവിലെയും വൈകിട്ടും വീട്ടിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബത്തിലാണ്. പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു ജ്ഞാനായ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. പള്ളിയിൽ പോകും, സൺഡേ സ്കൂളിൽ പോകും, അങ്ങനെ എല്ലാം പഠിച്ചു വളർന്നു. എനിക്ക് ഒരാങ്ങളയുള്ളൂ. എനിക്ക് പപ്പായും മമ്മിയും എല്ലാം വളരെ സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടില് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് ആ സമയത്തൊക്കെ, ഞാൻ എൻ്റെ ചെറുപ്പകാലമൊക്കെ. കാരണം ബിസിനസ് ഒക്കെ ചെയ്ത് ഒരുപാട് കടങ്ങളൊക്കെ വന്ന് അങ്ങനെയുള്ള ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് എൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ. അതിനു മുമ്പൊക്കെ ഒത്തിരി നല്ല സാമ്പത്തികമായിരുന്നു. അങ്ങനെയായി ഞാൻ എന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നഴ്സിങ്ങിന് പോയി. നഴ്സിംഗ് പഠിക്കുന്നത് കൊല്ലത്ത് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലാണ്. അവിടെ ഞാൻ പഠിച്ചു. അവിടെയും നല്ലൊരു ആത്മീയ അന്തരീക്ഷം തന്നെയായിരുന്നു. നമ്മുടെ അന്നൊക്കെ ധ്യാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഒക്കെ കൂടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ നഴ്സിംഗ് പാസ്സായി, പാസ്സായി. ബോണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 6 മാസമായപ്പോൾ കുവൈറ്റിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കുവൈറ്റിന് പോകാൻ വേണ്ടി ഇന്റർവ്യൂവിന് പോകാൻ ഒരുങ്ങുന്നു. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ പോണത്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു ഡോക്ടറുണ്ട്, ഒരു റിട്ടയർ ആയ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ചുമ്മാ റൗണ്ടിനൊക്കെ വരും, എല്ലാ പേഷ്യന്റിനെയും കാണും. അങ്ങനെ ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ പുള്ളിയുടെ ഒരു പാഷനാണ് വാടിക്കൂലൊക്കെ വരിക എന്നുള്ളത്. ഡോക്ടറോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്കിങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ അപ്പച്ചന്റെ പ്രായം കാണും അന്നേരം ആ ഡോക്ടറിന്. അപ്പൊ ആ ഡോക്ടറിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണേന്നൊക്കെ പറഞ്ഞു തന്നിട്ട് എനിക്ക് 2 ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. ഒന്ന് CPR എന്താണെന്നും ഒന്ന് 5 റൈറ്റ്സ് വൈൽ ഗിവിംഗ് മെഡിസിൻ എന്ന് പറഞ്ഞ് 2 ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞു തന്നു. ഞാൻ അതെല്ലാം കേട്ടു. ഞാനും എൻ്റെ പപ്പയും കൂടാണ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോണത്. ഇന്റർവ്യൂ അവിടെ ചെന്ന് റിട്ടേൺ ടെസ്റ്റ് എഴുതി. അത് പാസ്സാകുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. എന്തൊക്കെയോ എഴുതി വെച്ചു, പക്ഷെ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ഭയത്തോടെ ഞാൻ വന്നു. ഒബ്രോയ് ഹോട്ടലിലെ ഭയങ്കര ഒരു സ്യൂട്ടിലായിരുന്നു ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നത്. അവരെന്നോട് ചെന്ന് കയറിയപ്പോ തന്നെ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ CPR ആണ്. അതായത് ആ ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത് ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഡോക്ടർ പറഞ്ഞ 2 ക്വസ്റ്റ്യനും മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. എന്റെ കോൺഫിഡൻസിലൊക്കെ എനിക്ക് വർദ്ധിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എന്നെ ആ ഇന്റർവ്യൂവിനെ ഞാൻ പാസ്സായി. അപ്പോൾ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ എന്റെ സീനിയേഴ്സ് ആയിട്ട് പഠിച്ചു പോയവരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാം എന്നോട് ചോദിച്ചു, നീ എങ്ങനെയാ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? കാരണം എനിക്ക് 6 മാസേ ആയിട്ടുള്ളൂ അന്ന്. അങ്ങനെ വന്നപ്പം അന്നേരം എനിക്ക് പേടി, എന്നോട് സർട്ടിഫിക്കറ്റ് ചോദിക്കുമോ, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുമോ എന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചോദിച്ചില്ല.
ഞാൻ അങ്ങനെ തിരിച്ചു വന്ന് എൻ്റെ ബോണ്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ അന്നേരമൊന്നും എന്നെ വിളിച്ചിട്ടില്ല. മെഡിക്കൽ ട്രസ്റ്റിൽ എറണാകുളത്ത് കുറച്ച് നാൾ ജോലി ചെയ്തു. ആ സമയത്ത് എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു. അതിനകത്ത് പാസ്റ്റർ ഇ തമ്പി മരിച്ചു പോയത് ഞങ്ങളുടെ ഒരു ബന്ധത്തിൽപ്പെട്ട പപ്പായുടെ ഒരു ചേട്ടനായിട്ട് വരും. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചതിൽ അവിടെ വെച്ചാണ് ഞാൻ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നതും. ഞങ്ങളുടെ വീട്ടിലെ മിക്കവാറും എല്ലാവരും തന്നെ അന്നേരം സ്നാനപ്പെട്ടു. എൻ്റെ ബ്രദറും അങ്ങനെ കുറച്ച് പേര് ഒഴികെ, ബ്രദർ അന്ന് വീട്ടിലില്ലായിരുന്നു. എല്ലാവരും തന്നെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. അങ്ങനെ അതിനുശേഷമാണ് എനിക്കിവിടെ കുവൈറ്റിന് പോരാനായിട്ട് ഇടയാകുന്നത്. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞ് അധികം താമസിയാതെ ഞാനിങ്ങ് പോരുമായിരുന്നു. കുറച്ച് ആരാധനയൊക്കെ അവിടെ കൂടി, ചിങ്ങവനത്ത് പോയി കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് ഒരു സഹോദരി എന്നോട് പറഞ്ഞിരുന്നു, യിശായിയുടെ ഭവനത്തിൽ നിന്ന് ദാവീദിനെ തിരഞ്ഞെടുത്ത പോലെ നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ വിശ്വാസത്തിൽ ആദ്യം വന്നു. ബൈബിളൊന്നും അതിന് മാത്രം ഒന്നും അറിയത്തില്ല. യിശായിയുടെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അതിന്റെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. എനിക്കപ്പോൾ ഒരു ആരാധനയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല. അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ മനസ്സിൽ വേദനയുണ്ട്. പക്ഷെ പള്ളിയിൽ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ അവരുടെ കൂടെ പള്ളിയിൽ പോകുമായിരുന്നു. 1 വർഷത്തോളം അങ്ങനെയായിരുന്നു. അതിനുശേഷം നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആരാധനയൊക്കെ കിട്ടുന്നത്. 2 സിസ്റ്റർമാരെന്നെ കൊണ്ട് ഒരു കൂട്ടായ്മയിൽ പോയി. അങ്ങനെയാണ് ഈ ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രിയിൽ ഞാൻ പോണത്. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഞാൻ അവിടുത്തെ മെമ്പറാണ്. അങ്ങനെ ഞാൻ അവിടെ ആരാധനയ്ക്ക് പോയി. ഭയങ്കര സന്തോഷമായി. പിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ പ്രാപിച്ചു. അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് അവിടെ എനിക്ക് പോകാൻ ഇടയായി. ആ സമയത്തുള്ളിലേക്ക് വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പം എനിക്കിങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം എന്നുള്ള ചില ആഗ്രഹങ്ങൾ. ഒന്നാമത്തെ കാര്യം, എനിക്ക് മദ്യപാനവും പുകവലിയും ഇതുണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപക്ഷെ പാസ്റ്ററിനൊക്കെ അറിയാമായിരിക്കും, മദ്യപാനത്തിനൊക്കെ ഒട്ടും മോശക്കാരല്ല. അങ്ങനെ അപ്പൊ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ പപ്പായോടൊക്കെ പറയുമായിരുന്നു, ചെറുപ്പത്തിലെ പപ്പായൊക്കെ മദ്യപിച്ചിട്ടൊക്കെ എൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുമ്പോൾ, പപ്പ എനിക്ക് ഈ മണം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്നോട് പറയും, നിന്നെ ഞാൻ നമ്മുടെ സമുദായം വിട്ടെങ്ങും കിട്ടിക്കത്തില്ല, എല്ലാ ചെറുക്കന്മാരും കുടിക്കും നമ്മുടെ സമുദായത്തിൽ, അപ്പൊ ഇതിന്റെയൊക്കെ മണമൊക്കെ ഇച്ചിരി അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ പപ്പായോട് പറയുന്നില്ല, പപ്പ എനിക്ക് ഒരാളെ കിട്ടും, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും എന്നിങ്ങനെ പറയുമായിരുന്നു. ഞാനിങ്ങനെ ശക്തമായിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ഈ മദ്യപാനം പുകവലി ഇതൊന്നും ഇല്ലാത്ത ആളായിരിക്കണം. അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കല്യാണം വരുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒന്നുമല്ല. അവസാനം ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ, 21 days ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചു. ഫാസ്റ്റിംഗ് പ്രെയറിൽ ഞാൻ എൻ്റെ ഡിമാൻഡ്സ് എല്ലാം കളഞ്ഞു. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ദൈവത്തെ അറിയുന്ന ഒരാളായാൽ മതി, എനിക്കത് മാത്രമേ ഉള്ളൂ എൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 21 ദിവസം കഴിഞ്ഞ് 21ാമത്തെ ദിവസം എനിക്കൊരു ഫോൺ വന്നു, ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ആഴ്ച ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആളാണെന്നുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. ഞങ്ങള് വിവാഹത്തിന്റെ നാട്ടിലൊക്കെ അറിയിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ എന്തൊക്കെ എഴുതി വെച്ചോ ആ കാര്യങ്ങളെല്ലാം കർത്താവ് എൻ്റെ ഹസ്ബൻഡിന് തന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന്റെ വീടാണ് പറഞ്ഞതുപോലെ ഞാൻ കാത്തലിക്കാണ്. ഹസ്ബൻഡിന്റെ ഫാദർ മരിച്ചുപോയി. ഫാദറിനും ചേട്ടന്മാർക്കും ഒക്കെ ഇതിന്റെ ലിക്വറിന്റെ ബിസിനസ്സാണ്, അതായത് അബ്കാരി ബിസിനസ് നടത്തുന്നവരാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കല്യാണത്തിന് ഏകദേശം 2 വർഷം മുമ്പ് ഒരു ധ്യാനമൊക്കെ കൂടി പൊട്ടയിൽ പോയി. അങ്ങനെ സ്വയം ഈ മദ്യപാനം എന്ന് വെച്ചാൽ ഒരു വലിയ മദ്യപാനിയൊന്നും അല്ലായിരുന്നു എങ്കിൽ പോലും വെള്ളം അടിക്കുമായിരുന്നു, ഇടയ്ക്കൊക്കെ ഇച്ചിരി വെള്ളം അടിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതെല്ലാം നിർത്തി. അങ്ങനെ ഞങ്ങളുടെ വിവാഹത്തിന്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ എന്താഗ്രഹിച്ചോ അതുപോലെയുള്ള ഒരാളെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അതൊക്കെ വലിയൊരു സാക്ഷ്യമായിട്ട് തോന്നത്തില്ല എന്ന് പോലും എനിക്കതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളായിട്ട് എനിക്ക് പറയാം. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം സന്തോഷകരമായ ഒരു ജീവിതം ദൈവം എനിക്ക് തന്നു. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, നമുക്ക് ഒരു 6 മാസം പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മതി, ഒരു കുഞ്ഞ് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും, എനിക്കും അത് സന്തോഷമായിട്ട് തോന്നി. ഞങ്ങൾ രണ്ടും പ്രാർത്ഥിച്ചു. 6 മാസക്കാലം ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയി. എനിക്ക് ആദ്യം ഒരു മോളെ ദൈവം തന്നു. നാട്ടിലാണ് ഞാൻ പ്രസവിച്ചത്. മോളെ ഡെലിവറി ആയത് നാട്ടിലാണ്. അങ്ങനെ നാട്ടിൽ പോയി ഡെലിവറി ആയി തിരിച്ചിവിടെ വന്നു.
സന്തോഷമായിട്ട് ജീവിതം മുൻപോട്ട് പോകുമ്പോൾ മോൾക്കൊരു 3-4 മാസമായപ്പോൾ എനിക്കൊരു ചെറിയ പ്രോബ്ലം തോന്നി. ഗൈനി പ്രോബ്ലം ആണ്. അപ്പൊ ഞാനത് ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് സിസ്റ്റോസിൽ എന്ന് പറയും, എന്റെ ബ്ലാഡർ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു അസുഖമാണ്. അത് എക്സർസൈസ് ഒക്കെ കൊണ്ട് കുറെയൊക്കെ നേരെയാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോ എന്റെ മനസ്സിന് ഭയങ്കര വേദനയായി. ഇത് എന്റെ പ്രായം അധികമായില്ല, ചെറുപ്പമാണ്, ഞാൻ ഒരു മോളേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, സങ്കടമായി. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ വിഷമിക്കണം, നമുക്ക് ഒരു മോളുണ്ടല്ലോ, ഇനിയിപ്പം ഒന്നും പിള്ളേരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതല്ല, എനിക്ക് ഇങ്ങനെ ആൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരു കീബോർഡൊക്കെ വായിക്കുകയും പ്രാർത്ഥന ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ആഗ്രഹം, ഇതുപോലൊരു കുഞ്ഞ് കർത്താവിന് വേണ്ടി വിലയൊക്കെ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് എനിക്ക് തരുന്നത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാന് മോൾക്ക് 2 വയസ്സായപ്പോ നാട്ടിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോ ഡോക്ടറിനോട് എന്നെ ഡെലിവറി കണ്ടക്ട് ചെയ്ത സെയിം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഒരു കുട്ടി കൂടെ ആവാം, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് തിരിച്ചിവിടെ വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ പിന്നെയും ഒരു അടുത്ത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ പ്രഗ്നന്റ് ആകുന്നത്. അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആകുന്നതിന് മുന്നേ തന്നെ പോസിറ്റീവ് ആണെന്നൊക്കെ അറിയുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ്. എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്നു എന്ന് ഞാൻ കേട്ടു. എന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു. ഞാനത് എന്റെ ഉള്ളിൽ സംഗ്രഹിച്ചതേ ഉള്ളൂ, ഞാൻ ആരോടും പറഞ്ഞില്ല. ഇത് നേരാണോ, എനിക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, ദൈവം പറഞ്ഞത് തന്നെയാണോ എന്നുള്ള ഒരു പക്ഷേ ഒരാഴ്ചക്ക് ശേഷം എന്റെ മോൾ, നമുക്ക് 3-4 വയസ്സേ ഉള്ളൂ, അവൾ എന്റെ വയറെ തൊട്ടിട്ട് പറയും, അമ്മയുടെ വയറ്റിൽ ബേബി ഉണ്ട്, അമ്മയുടെ വയറ്റിൽ ബേബി ഉണ്ടെന്ന് അവൾ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പിന്നെ ഒരു സംശയം, മോൾ എന്താ ഇങ്ങനെ പറയുന്നത്? അന്നേരം പറഞ്ഞു, അല്ല, അമ്മയുടെ വയറ്റിൽ ബേബി ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണ്. സന്തോഷമായി. എന്തായാലും ദൈവം തക്ക സമയത്ത് തന്നല്ലോ എന്നൊക്കെ ഓർത്തു. ആദ്യത്തെ 3-4 മാസം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. അതിനുശേഷം എൻ്റെ ജീവിതത്തില് വളരെയധികം പ്രശ്നങ്ങളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് സിസ്റ്റോസിൽ ഉണ്ടായിരുന്നു എന്ന്. അതങ്ങ് ബുദ്ധിമുട്ടായി. എനിക്ക് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവര് എന്നോട് പറഞ്ഞു, ഇത് സിസ്റ്റോസിലല്ല, ബ്ലാഡർ അല്ല, യൂട്രസ് ആണ്. യൂട്രസ് ഇറങ്ങി വരുന്ന വലിയൊരു ബുദ്ധിമുട്ടിലായി ഞാൻ. അതായത് സെർവിക്സിന്റെ കുറച്ച് ഭാഗമൊക്കെ പുറത്താ. അപ്പൊ കുഞ്ഞിനത് വല്ലാതെ ബാധിക്കും, ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോകും. അങ്ങനെയായി അവരെന്നെ, കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു കേസ് അങ്ങനെ വന്നിട്ടില്ല. അപ്പോ റെയറാണ് ഇങ്ങനെ, ഈ ഒരു കേസ് വളരെ റെയറായിരുന്നു. അപ്പോൾ ഉള്ള ഡോക്ടേഴ്സ് മുഴുവനും എന്നെ വന്ന് പരിശോധിക്കും, ഇതെന്തൊരു കേസാണ്, ഇത് പുതിയ കേസാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ നോക്കും, എന്നെ പരിശോധിക്കും. ഞാൻ മാനസികമായും ശാരീരികമായും വളരെയധികം വേദനിക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു അന്നേരമൊക്കെ. ഒരുപാട് രീതിയിൽ ഇവരെനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഈ യൂട്രസിനെ ഒന്ന് കയറ്റി വെക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷെ എല്ലാം ഫെയിലിയർ ആകുക. എനിക്കതെല്ലാം പൂർണ്ണമായിട്ടും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല അവരെന്തൊക്കെയാ ചെയ്തതെന്ന്. എന്നാൽ പോലും ആ ദിവസങ്ങൾ വളരെയധികം ശാരീരികമായിട്ട് വളരെയധികം വേദനിപ്പിക്കുന്ന പല പ്രൊസീജിയറുകളും എനിക്ക് നേരിടേണ്ടി വന്നു. ഞാൻ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി. ഈ കുഞ്ഞിനെയും കൊണ്ട് 9 മാസം പൂർത്തിയാകുന്ന സമയമായപ്പോഴത്തേക്കും ഒരു സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വളർച്ച കുറവാണ്, IUGR ബേബിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അതിലും സങ്കടമായി. ഇത്രയും ഞാൻ വേദനകള്, പലരും എന്നോട് പറഞ്ഞു എന്റെ ജോലി പോലും നഷ്ടപ്പെടും, കാരണം അത്രയ്ക്കും ഞാൻ അഡ്മിഷനും കുറച്ച് നാൾ അഡ്മിറ്റ് ചെയ്യും, പിന്നെ ഡിസ്ചാർജ് ചെയ്യും, കുറച്ച് നാൾ ഡ്യൂട്ടി ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. എന്നിട്ട് ഇതും കൂടെ കേട്ടപ്പം വലിയ വേദനയായി. എന്നെ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്ത് സിസേറിയൻ പോസ്റ്റ് ചെയ്തിരിക്കുക. അവിടെ കിടത്തി ഡോക്ടർ നോക്കിയിട്ട് അവസാനം എന്നോട് പറഞ്ഞു, ഇനി സിസേറിയന്റെ ഒന്നും ആവശ്യമില്ല, നീ നോർമലി ഡെലിവറി ആകും, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, ബേബിയൊക്കെ നോർമലാ, നീ നോർമലായിട്ട് ഡെലിവറി ആവുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എതിർത്തു. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് സിസേറിയൻ തന്നെ ചെയ്തു, കാരണം എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളതല്ലേ. ഇവിടെ ഇങ്ങനെ ഗൾഫിലൊക്കെ അങ്ങനെ അധികം സിസേറിയൻ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. പക്ഷെ ഒരു സീനിയർ ഡോക്ടർ, എന്നെ നോക്കുന്ന എല്ലാ സീനിയർ ഡോക്ടേഴ്സാ, ഒരു സീനിയർ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ
ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ ഇപ്പം ഡെലിവറിക്ക് അങ്ങ് സമ്മതിക്കുക, ഇനി അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ആ സർജറി 6 മാസം കഴിഞ്ഞുള്ള സർജറി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഈ പിന്നെ ഞാൻ മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനങ്ങ് സമ്മതിക്കുമായിരുന്നു. ഈ പ്രഗ്നൻസിയുടെ സമയങ്ങളിലെല്ലാം ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയങ്ങളിൽ എന്നെ ബലപ്പെടുത്തിയത് ബ്രദർ PG വർഗീസിന്റെ പുസ്തകങ്ങളായിരുന്നു. എനിക്ക് കൂട്ടതായിരുന്നു ആ പുസ്തകങ്ങളും, പിന്നെ പാട്ടുകള്, കരുതുന്നവൻ ഞാനല്ലേ എന്നൊക്കെയുള്ള പാട്ടുകള്, ഇതെല്ലാം കേട്ടും ഈ പുസ്തകങ്ങൾ വായിച്ചും ഒക്കെയാണ് ഞാൻ എൻ്റെ ആ ദിവസങ്ങൾ, ഹോസ്പിറ്റലിലുള്ള ദിവസങ്ങളൊക്കെ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ദൈവത്തിൽ അല്ലാതെ വേറെ ഒരു ആശ്രയം എനിക്കില്ലായിരുന്നു. കാരണം എല്ലാം എനിക്ക് പ്രതികൂലമാ ചുറ്റും. ശരീരം കൊണ്ട് വേദന, മാനസികമായിട്ട് പലരും വന്ന് എന്നെ ഇതെല്ലാം പറഞ്ഞ് എന്നെ നെഗറ്റീവ് ചിന്തകള്, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ തരാൻ വേണ്ടി പലരും, എന്ന് വെച്ചാൽ അവര് മനഃപൂർവ്വമല്ല, അവര് സങ്കടം കൊണ്ട് പറയുന്നതാ. പക്ഷെ ഞാൻ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിന്റെ കൃപയാല് അങ്ങനെ ആ ഡോക്ടറിന്റെ ഉപദേശവും കൂടെ കൊണ്ട് ഞാൻ നോർമലായിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചു, എൻ്റെ മോനെ പ്രസവിച്ചു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു. മോന് ഏകദേശം 1.5 മാസം ഉള്ളപ്പോ കുഞ്ഞ, അപ്പൊ എന്റെ മോക്ക് ഇച്ചിരി പ്രശ്നം, അതൊക്കെ ഇന്നും പനിയും ജലദോഷവും ഒക്കെയാ. അപ്പൊ അവൾക്ക് TV-യുടെ വോളിയം കൂട്ടി വെക്കണം പറയുന്നു. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, ഇവർക്ക് ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ഞാൻ ENT കാണിച്ചപ്പോൾ പറഞ്ഞു അവൾക്ക് ഈ ചെവിക്കകത്ത് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുക, അപ്പോ അത് സർജറി ചെയ്യണം, പെട്ടെന്ന് തന്നെ അത് സർജറി ചെയ്ത് മാറ്റണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ, ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല, ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിൽ പോയി എന്നെ മാതാ ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്തു. പപ്പായും മമ്മിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മോളുടെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. അപ്പം മോനും പനി പിടിച്ച്, മോള് കൊണ്ടുവരുന്ന പനി അവനും കിട്ടുമല്ലോ, അങ്ങനെ അവനും പനിയായിരുന്നു. അങ്ങനെ 2 പേരെ അഡ്മിറ്റ് ചെയ്തപ്പോൾ മോനെ ഇങ്ങനെ സ്റ്റെത്ത് വെച്ച് ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവന് ഒരു മർമർ കേൾക്കുന്നുണ്ട്, അത് ഹാർട്ടിന് ഹോളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ വരുന്നത്, അപ്പൊ എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഈ സമയത്തൊക്കെ എനിക്ക് നെഞ്ചിനകത്തൊരു വേദനയുണ്ട്. ഞാൻ ആ വേദന ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാ, മോക്ക് സർജറി, മോനിപ്പോ ഇങ്ങനെ ഹാർട്ടിന് ഹോള് പറയുന്നു, ഇതിന്റെ എല്ലാം ഇടയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങ് വിടുക. അപ്പൊ ഞാൻ അവന് കുഞ്ഞല്ലേ, പാല് കൊടുക്കാനൊക്കെ കിടന്ന് പാല് കൊടുക്കുമ്പോൾ കരയും ഞാൻ വേദന കൊണ്ട്. അപ്പൊ മമ്മി എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? വേദന പറയും, എനിക്ക് നെഞ്ചിനകത്തൊരു വേദനയാ, കത്തി വെച്ച് കുത്തുന്ന പോലത്തെ വേദനയാന്ന് പറയും. അപ്പം കുളിപ്പിച്ചതിന്റെ ആയിരിക്കും, അല്ലെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേല് പിന്നെ ഈ വേദന കണ്ടപ്പോ എന്തായാലും ഒരു ഡോക്ടറിനെ കാണിക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കൊണ്ടുപോയി എന്നെ കാണിക്കുക. ഞാൻ അങ്ങനെ പോയി ആ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിന് തന്നെ ഭയങ്കര അത്ഭുതം. അതായത് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും, ഫ്ലൂയിഡ് കിട്ടിക്കിടക്കുക എന്റെ ലങ്സിൽ. അപ്പോ ഡോക്ടറിനോട് ചോദിച്ചു, ഇതിങ്ങനെ എന്തെങ്കിലും പനിയോ ചുമയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞു, കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ പ്രസവിച്ചതുവാ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത് ഒരു ചെസ്റ്റ് ഫിസിഷ്യൻ, അന്നൊന്നും പൾമനോളജിസ്റ്റ് ഇല്ല ആ സമയത്ത്, ഇത് 2004 കാര്യമാണ്, കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെസ്റ്റ് ഫിസിഷ്യൻ കോട്ടയത്ത് ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ വരാൻ സാധ്യതയില്ല, എന്നാലും ആന്റിബയോട്ടിക് തരാമെന്ന് പറഞ്ഞു. ഒരു സ്ട്രോങ് ആന്റിബയോട്ടിക് ഒരാഴ്ചത്തേക്ക് തന്നു, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആന്റിബയോട്ടിക് ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ പിന്നെ എക്സ്റേ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടും സെയിമാ. അപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ഒരു കോഴ്സ് കൂടെ തരാമെന്ന് പറഞ്ഞു. ഒരു കോഴ്സ് കൂടെ കഴിയാറായപ്പോ എനിക്ക് പോകാറായി. അപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എന്റെ പോകാറായി എന്ന് പറഞ്ഞപ്പോ ഡോക്ടറിനോട് ചോദിച്ചു, നിങ്ങളൊരു നേഴ്സ് അല്ലേ, ഈ കണ്ടീഷനിൽ എങ്ങനെയാ ട്രാവൽ ചെയ്യുന്നത്? ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു, ഡോക്ടറെ ഞാൻ കുറച്ചുകൂടി ലീവ് നീട്ടാം, പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലീവ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ എന്റെ നിർബന്ധം കൊണ്ട് ഡോക്ടർ സമ്മതിച്ചു. അവിടെ ചെന്ന ഉടനെ നല്ലൊരു ഡോക്ടറിനെ കാണണമെന്നൊക്കെ പറഞ്ഞു ഞാൻ എല്ലാം കേസൊക്കെ പറഞ്ഞ് ഞാൻ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടലായി, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി, ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനിവിടെ വന്നു. ഇവിടുത്തെ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പോയി. എനിക്ക് എന്റെ അസുഖക്കാരി ഒരു മനുഷ്യനോട് പറയാൻ പോലും എനിക്ക് നാണക്കേടാ. കാരണം എന്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ അടുത്ത പ്രശ്നം. അപ്പൊ ഇനി എനിക്ക് ആരോടും പറയാൻ വയ്യ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് അടുത്തറിയാവുന്ന ഞങ്ങളുടെ പാസ്റ്ററിനോടും അങ്ങനെ 1-2 പേരോടല്ലാതെ ആർക്കും വിവരം പോലും അറിയത്തില്ല.
അങ്ങനെ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ ആന്റിബയോട്ടിക് തന്നു. ആന്റിബയോട്ടിക് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു 2 ആഴ്ച ഈ ആന്റിബയോട്ടിക്കും ഒക്കെ കഴിച്ച് നോക്കാം, നോക്കിയിട്ട് ഒരു എക്സ്റേ, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പിന്നെയും ഫ്ലൂയിഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് ലങ്സിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തിട്ട് ബയോപ്സിക്ക് വിടണം. ബയോപ്സിക്ക് വിട്ടിട്ടേ എന്നിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ കാര്യമായിട്ടൊരു അസുഖമുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ 2 കുഞ്ഞുങ്ങളും കുഞ്ഞു കുഞ്ഞുങ്ങളെ, പറക്ക പറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഈ ലങ്സിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്നേരം ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പൊ എനിക്കതറിയാം. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഞാൻ അങ്ങ് റിസൈൻ ഇട്ട് പോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും അസുഖമാണ്, ലങ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് റിസൈൻ ഇട്ട് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് നാട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. പറക്ക പറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ നാട്ടിൽ പോയി എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ഭാരമായിരുന്നു. ഞാനിങ്ങനെ കരയല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഇന്ന് പ്രാർത്ഥിക്കുന്നതിലും അധികം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമാണൊക്കെ. ഞാനിങ്ങനെ തനിച്ചിരുന്ന് കരയും. ദൈവസന്നിധിയിൽ നമ്മുടെ നെടുവീർപ്പ് മാത്രമേ ഉള്ളൂ, പറയാനൊന്നുമില്ല എനിക്ക്. ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചങ്ങ് കരയുക, ഇരുന്നങ്ങ് കരയുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയായി. എന്റെ ആ ഒരു കൃപയുണ്ടെങ്കിലും എനിക്കങ്ങ് പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവാം. അങ്ങനെ ഒരു ദിവസം ഞാൻ മോനെ കിടത്തി ഉറക്കി, മോളെ സ്കൂളിൽ എല്ലാം വിട്ടിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുക, വേഗം പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു ശബ്ദം ഞാൻ എന്റെ ചെവി കേൾക്കുക. അപ്പൊ ഞാൻ വേഗം തന്നെ എന്റെ പാത്രമെല്ലാം അവിടെ ഇട്ട് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന ഒരു പാട്ടൊക്കെ പാടി പയ്യെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ഞാൻ ഈ ശബ്ദം കേൾക്കുക, നിന്റെ മേലുള്ള രോഗാത്മാവിനെ നീ തന്നെ ശാസിച്ച് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ എന്റെ മേലുള്ള രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്റെ ശരീരത്തിൽ ഉച്ച തൊട്ട് താഴെ കാല് വരെ ഒരു വലിയ തീ ഇറങ്ങുന്ന ഒരു അനുഭവം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെന്തോ എന്റെ ശരീരത്തിൽ സംഭവിക്കുന്നെന്ന്. ഭയങ്കരമായ ചൂടും അഭിഷേകമാണോ എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല. എന്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെയോ എന്താന്ന് അറിഞ്ഞുകൂടാ. ഞാന് ആത്മാവിലങ്ങായി നിറഞ്ഞങ്ങ് ദൈവത്തെ ആരാധിച്ച് കുറേ സമയത്തേക്ക്, എത്ര സമയം ഇരുന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. അത്രമേലൊരു അഭിഷേകം എൻ്റെ മേൽ അങ്ങ് ഇറങ്ങി. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന എന്നോടാണ് കർത്താവ് ഇടപെട്ട് എന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വിധം. ശരിക്കും ഞാൻ പിന്നെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ ഡ്യൂട്ടിക്കെല്ലാം പോയിട്ട് വൈകിട്ട് തിരിച്ചു വന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഇനി മുതൽ നമുക്ക് നിന്റെ രോഗത്തിന് ദൈവം സൗഖ്യം തന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം എക്സ്റേ ഒക്കെ ആയിട്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് ആദ്യം പറഞ്ഞത്, ഇറ്റ് ഈസ് എ മിറക്കിൾ എന്നാ പറഞ്ഞത്, ആദ്യം പറയുന്ന വാക്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. ആദ്യത്തെ എന്റെ സാക്ഷി അവിടെ ആ ഡോക്ടറിന്റെ അടുത്താണ് ഞാൻ പറയുന്നത്. ആ ഡോക്ടറിനോട് പറഞ്ഞു, അത്ഭുതകരമായിട്ടൊരു സൗഖ്യമാണ് എന്റെ കർത്താവ് എനിക്ക് തന്നത്. കാരണം ഞാൻ ഇവിടുന്ന് കുവൈറ്റിൽ നിന്ന് എട്ടിച്ച് പോരേണ്ട അവസ്ഥയാ, ആരുമില്ല എനിക്ക്. അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആരുമില്ലാത്ത അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരുന്ന എന്നെ ദൈവം വിളിച്ച് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കർത്താവിന്റെ ആത്മാവിനിൽ പ്രവർത്തിച്ച് എനിക്ക് തന്ന ഒരു സൗഖ്യമായിരുന്നത്. എന്റെ ലൈഫിൽ ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അത്ഭുത രോഗസൗഖ്യമായിരുന്നു അത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുൻപോട്ട് പോവുക. ഓരോ മതിലുകളും ഞാൻ ചാടിക്കടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെ മുന്നോട്ട് പോകുന്നു. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. മോന് 3 വയസ്സായപ്പോ ഞാൻ ഡ്യൂട്ടിയാണ്, മോർണിംഗ് ഡ്യൂട്ടിയിലാണ്. അപ്പോ ഞങ്ങളുടെ മോളെ നോക്കാൻ ഒരു ആന്റി ഉണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആന്റി ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആന്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ ഒരു ഫോൺ വന്നു. ഫോൺ എടുത്തപ്പം ആന്റിയാ, സിസ്റ്ററെ, കുഞ്ഞിന്റെ കൈ ലിഫ്റ്റിന്റെ ഇടയിൽ പോയി, ചോര നിൽക്കുന്നില്ല, അവന്റെ ഒരു വിരല് കാണുന്നില്ല എന്ന് പറഞ്ഞു. കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, വിരല് പോയി എന്നുള്ളത് മനസ്സിലായി. ഞാൻ അങ്ങ് നിപ്പിൽ താഴോട്ടങ്ങ് ഇരുന്നു പോയി.
ദൈവമേ ഇതെന്തു പോയി കർത്താവെ എന്നോർത്ത് പിന്നെ എങ്ങനെയൊക്കെയോ ആരാണ്ടൊക്കെ കൂടി എന്നെ അപ്പൊ അവനെ കൊണ്ട് കാഷ്വാലിറ്റിയിലോട്ട് ഞങ്ങളുടെ മെയിൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ കൂടി അവരെല്ലാം കൂടെ കൂടി കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചെന്നു. ഞാൻ ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ചെന്നു. മോനെ കണ്ടപ്പോൾ അവൻ ചോരക്കകത്ത് ഉടുപ്പെല്ലാം ചോരയായിട്ടിരിക്കുക. അവന്റെ വിരല് ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ അവരെല്ലാം ഡ്രസ്സിങ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷെ അവന്റെ ഒരു ഫിംഗർ കാണുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു വിരല് പോയിന്ന്. അപ്പോഴത്തേക്കും അവിടുന്ന് ഫോൺ വന്നു. ബിൽഡിങ്ങിൽ നിന്ന് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു, ഫിംഗർ അവര് എല്ലാം കൂടെ ലിഫ്റ്റിന്റെ ഇടയിൽ നിന്ന് തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്, മുറിഞ്ഞ വിരല് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ വാ, ഫിംഗർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങളെ അവിടെ നിന്നെല്ലാം റെഫർ ചെയ്തു. മെയിൻ ഹോസ്പിറ്റൽ വേറെ ഓർത്തോയുടെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. പിന്നെ ഞങ്ങള് കുഞ്ഞിനെയും കൊണ്ട് എടുത്തോണ്ട് അവനെ എടുത്ത് ഫിംഗർ ഒരു കയ്യിൽ പിടിച്ച് അവന്റെ കുഞ്ഞു വിരല് ഒരു ഗ്ലാസ്സിൽ ഐസിലിട്ട് അത് ഇതെല്ലാം ആയിട്ട് ഞങ്ങളിങ്ങനെ ഓർത്തോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് അവിടുന്ന് വേറെ ഫോറിൻ പ്ലാസ്റ്റിക് സർജറിയുടെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അവിടെ ചെന്നു. അവരെ എന്നെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഒരിക്കലും ഇത് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. എന്റെ വിചാരം ഇത് തുന്നിച്ചേർക്കാം എന്നുള്ള ഒരു ധാരണയായിരുന്നു. ഒന്നിനും പറ്റത്തില്ല, അത് അവന്റെ കുഞ്ഞു കൈയാണ്, അത് വളർന്നുകൊണ്ടിരിക്കും. അപ്പം ഈ വിരൽ വെച്ചാലും അതിന് വളർച്ച ഉണ്ടാകത്തില്ല, അത് അവനത് ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് നിങ്ങളിത് മറന്നേര്, അവനൊരു ഫിംഗർ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവനെ അവിടെ കിടത്തി അഡ്മിറ്റ് ചെയ്തു. കൈയുടെ എല്ലാം സർജറി ചെയ്ത് കുത്തി കെട്ടി എല്ലാം വെച്ചു. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തിനു വേണ്ടിയായിരുന്നു ഇത്? ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ദൈവത്തോട് ഞാനിങ്ങനെ ചോദിക്കും ചില കാര്യങ്ങൾ, എന്തിനാ അപ്പച്ച എന്നോട് ഇങ്ങനെ ചെയ്തത്? എനിക്ക് ആ കൊച്ചു കുഞ്ഞ് 3 വയസ്സുള്ള ഗുണ്ട് മണിയെ പോലെ ഇരിക്കുന്ന കുഞ്ഞാ, നല്ല വണ്ണമൊക്കെ വെച്ചിരിക്കുന്ന അവന്റെ ഈ കൈ എന്തിനായിരുന്നു കർത്താവെ ഇങ്ങനെ ഒരു അപകടം അവന് വരുന്നത്? ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു. അപ്പൊ ഞാൻ എങ്ങ് സങ്കടപ്പെടുക. അവൻ കീബോർഡ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവനാ. അവൻ എവിടെ പോയാൽ ഏത് കടയിൽ പോയാലും കീബോർഡ്, ഈ ടോയ്സ് കീബോർഡ് വലിച്ചുകൊണ്ട് വരും, അതിങ്ങനെ പ്ലേ ചെയ്യും. അങ്ങനെയുള്ള ഒരു കുഞ്ഞ്, ഇവന് എന്തിനായിരുന്നു കർത്താവെ എന്നൊക്കെ ഞാൻ ചോദിച്ചവിടെ ഇരുന്നു. പിന്നീട് അവനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന് സ്റ്റിച്ചെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് ഇവൻ പയ്യെ എഴുതാൻ തുടങ്ങുന്ന പ്രായം. 3 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ വിടുന്ന ആ പ്രായമാണ്. അപ്പോ ഇവൻ ഈ വലത്ത് കൈ കൊണ്ട് എഴുതത്തില്ല, ഇവൻ ഇടത്ത് കൈ കൊണ്ട് എഴുതുക. അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. കർത്താവെ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ദൈവമേ, ഇവന്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വലത് കൈ ആണ്, അവന്റെ വശം. അതിനെ ഇടത് കൈയിലോട്ടായി കഴിഞ്ഞാൽ അവന്റെ ബ്രെയിന് തന്നെ അത് അതെനിക്കറിയാം. പക്ഷെ എന്റെ മോള് എഴുതുന്നത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചാ, അവക്ക് അവിടെ വശം ഇടത്ത് കയ്യ, അത് കുഴപ്പമില്ല. പക്ഷെ ഇവൻ അത് പാടില്ല. ഞാൻ ദൈവത്തോട് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ അവൻ വലത്ത് കൈ കൊണ്ട് തന്നെ എഴുതണം, അവനെ അതിനുള്ള കൃപ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ അവൻ പയ്യെ വലത്ത് കൈ കൊണ്ട് എഴുതാൻ തുടങ്ങി. അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവന്റെ മനസ്സിനൊരു ഷോക്ക് പോലെ ഉണ്ടായി. അവൻ ഓൾറെഡി ഒരു ഹൈപ്പറാണ്, ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ. എന്നാലും ഇതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അവനൊത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനെ സ്കൂളിൽ ഞങ്ങള് LKG ചേർത്ത് കഴിഞ്ഞപ്പം അവനവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. ടീച്ചറിന് എന്നും കംപ്ലൈന്റ് അവനെ കൊണ്ട്, അവൻ എഴുതുന്നില്ല, അവന് ഓടി നടക്കുന്നു, അങ്ങനെ പരാതികള്. അത് കേൾക്കുമ്പോ എനിക്ക് സങ്കടം. ഒന്നാമത് ഇവനെ കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടങ്ങളാണ് എന്റെ കൂടെ ഇതും. അങ്ങനെ വന്ന് ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വാക്യം എനിക്ക്, അത് ആക്ച്വലി അതിന്റെ കോണ്ടസ്റ്റ് ഒക്കെ വേറെയാണെങ്കിൽ പോലും ആ വാക്യം എന്നെ വല്ലാണ്ട് ബലപ്പെടുത്തി. അതായത്, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും. ഇത്രയും ഭാഗമേ ഞാൻ കണ്ടുള്ളൂ. എനിക്കത് ഭയങ്കര ഒരു ബലമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് തിരഞ്ഞെടുത്ത കുഞ്ഞിനെ, ഇവനുണ്ടാകുന്നതിന് മുമ്പേ കർത്താവിനെ തിരഞ്ഞെടുത്തതാ. പിന്നെ ആർക്കും ഇവനെ ഒന്നും കുറ്റം പറയാനൊക്കത്തില്ല. അവൻ ഇച്ചിരി ഓടി നടക്കുന്നു, അത് അവന്റെ വളർച്ചയുടെ ഭാഗമായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് ഇവനെ മാറ്റി, ആ സ്കൂളിൽ നിന്ന് മാറ്റി വേറൊരു സ്കൂളിലാക്കി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് വലിയ കുഴപ്പമില്ലാതെ അവനങ്ങ് പോയി. അങ്ങനെ അവിടെയും ഞങ്ങള് ദൈവത്തിന്റെ വലിയ കൃപയാൽ ആ കടമ്പയും കർത്താവിന്റെ കൃപ കൊണ്ട് ചാടിക്കടപ്പാൻ ദൈവം ഇടയാക്കി. അപ്പം ഇതും കഴിഞ്ഞു എന്നോർത്ത് സമാധാനിച്ചിരിക്കുമ്പോഴാണ് മോൻ ഏകദേശം 4 വയസ്സൊക്കെ ആയപ്പോ ഞാനിങ്ങനെ ഡ്യൂട്ടിയിലാണ്, ഈവനിങ് ഡ്യൂട്ടി. അന്നും ഒരു റമദാന്റെ സമയത്താണ്. ഈവനിങ് ഡ്യൂട്ടിയില് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഗ്യാസ് ആണെന്ന് പറയുന്നത്, ഞാൻ കുറെ ഗ്യാസിന്റെ മരുന്നൊക്കെ എടുത്ത് കുടിച്ചു. അപ്പൊ ഈ റമദാൻ ടൈമിൽ ഞങ്ങൾക്ക് ഈവനിങ് ടൈമിൽ ഭയങ്കര ബിസിയാണ്, കാരണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടി വരുന്ന സമയമാണ്. അപ്പോ ഞാനിങ്ങനെ എന്റെ കൂടെ ആണെങ്കിൽ മുഴുവനും ജൂനിയർ സ്റ്റാഫുമാരാണ്, ഞാൻ ടീം ലീഡറുമാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച്, ഞാനൊന്ന് വാ, എനിക്കൊന്ന് മെയിൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, എനിക്ക് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് വരികയും ചെയ്തു.
എന്നിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്നാൽ തിരിച്ചു വെക്കൂ, എങ്ങനെയായാലും നോക്കാം 10 മണി വരെ എന്ന് പറഞ്ഞു. 10 മണിയായപ്പോൾ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. രാത്രി 10 മണിക്ക് വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടും പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എല്ലാം നെഞ്ചത്ത് കൈ വെച്ച് ഇങ്ങനെ പിടിച്ചാ ഞാൻ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ നേരം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് വേദന കൂടുവാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു. വിളിച്ചു, നമുക്ക് കിടക്കാന്ന് പറഞ്ഞു. ഞാൻ കിടന്നിട്ട് ഒരു പോള അടയ്ക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായ വേദന, ശ്വാസം ഇങ്ങനെ നെഞ്ച് കിട്ടുന്ന ഒരു തരം വേദനയാണ്. അപ്പോ എനിക്ക് മനസ്സിലായി ഇനി വെച്ചിരുന്ന ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് അവരെനിക്ക് ആദ്യം തന്നെ ECG എടുത്തു. ECG എടുത്തപ്പോൾ ECG നോർമലാണ്. ബ്ലഡ് ടെസ്റ്റിലെല്ലാം ബ്ലഡ് എടുത്തു. പിന്നെ എക്സ്റേ എടുത്തു. ഒരു എക്സ്റേ എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് പോരാ, ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞു. പിന്നെയും പോയി എക്സ്റേ എടുത്തു. അപ്പോഴത്തേക്കും ഞാൻ എന്റെ ഹസ്ബൻഡിനെ തിരിച്ചു വിട്ടു. കാരണം കുഞ്ഞുങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, ഞാൻ രാത്രിയാ, ഞങ്ങൾ രണ്ടും ഹോസ്പിറ്റലിലുവാ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ വിളിച്ചോളാം, പൊക്കോളാം. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിൽ കൂടി ഇങ്ങനെ എക്സ്റേക്ക് എല്ലാം നടന്ന അവസാനം ഒരു 3 മണിയായപ്പോഴാണ് എനിക്കൊരു ബെഡ് കിട്ടുന്നത്. ആ ബെഡ് ഞാൻ കട്ടിലേ കിടന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി. ഭയങ്കര ക്ഷീണം. കാരണം ഈ ഡ്യൂട്ടി മുഴുവൻ കഴിഞ്ഞ് ഈ ഹോസ്പിറ്റൽ മുഴുവൻ നടന്ന് ഞാനങ്ങ് തളർന്നു. അങ്ങനെ ഒന്ന് കണ്ണ് മയങ്ങി പോകുമ്പോൾ എനിക്ക് കേൾക്കാം, നമ്മുടെ ഒരു സ്റ്റാഫാണ്, ഡോക്ടറിനെ ഒന്ന് നോക്കണം, കാർഡിയോളജി കൺസൾട്ടേഷൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാം. അപ്പൊ ഞാൻ തലയെല്ലാം പൊക്കി നോക്കി, ഇത് ഏത് സ്റ്റാഫ് ഇവിടെ കിടക്കുന്നതെന്ന്. ആരും സ്റ്റാഫിനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല എനിക്കാണെന്നുള്ളത്. കാരണം എനിക്ക് ഗ്യാസ് ആണെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോ അവര് മോണിറ്ററും എല്ലാം കൊണ്ടുവന്ന് എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്തിനാ മോണിറ്റർ? അപ്പൊ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും എന്റെ ബ്ലഡ് ടെസ്റ്റ് ട്രിപ്പോണിനൊക്കെ ഒത്തിരി ഹൈ ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് മോണിറ്റർ ചെയ്ത് നോക്കാൻ പറയുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ തന്നെ കാർഡിയോളജിസ്റ്റ് വന്നു, ഒരു മലയാളി ഡോക്ടറായിരുന്നു. ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് സമാധാനപ്പെടുത്തി എന്നോട് പറഞ്ഞു, സിസ്റ്ററിന് ഒരു കുഴപ്പമില്ല, CCയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്, ട്രിപ്പോണിന് ഒത്തിരി ബ്ലഡ് ടെസ്റ്റിൽ ഒത്തിരി കൂടുതൽ കാണിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വിട്ടു. അപ്പോ ഇത് ദൈവമേ അടുത്ത ഇതായല്ലോ എന്ന് ഓർത്തു. അവിടെ കിടന്നു. അപ്പോ എന്റെ ഹസ്ബൻഡ് പിറ്റേന്ന് രാവിലെ കൂടി വന്നു. അപ്പം ബൈബിളുമായിട്ടാ വന്നത്. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു, 2 ദിവസം കൊണ്ടൊരു വാക്യം എന്നെ വല്ലാണ്ട് ചിന്തിപ്പിക്കുന്നു. ഈ നെറ്റിൽ കൂടി ആരോ അയച്ചു കൊടുത്ത ഹബക്കൂക്ക് ഒരു പ്രവചന അവസാനം, അത്യവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടായിരിക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല എന്നുള്ള ആ വാക്യം, എങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ള ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല, ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ആ ഭാഗം എന്നെ എടുത്ത് വായിപ്പിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്നും വരത്തില്ല, നീ ധൈര്യമായിട്ടിരുന്നു, ഒന്നും വരൂല്ല, കർത്താവ് നമുക്ക് തന്ന വാക്യമായത്, ഇത് ഒന്നും വരൂല എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിയിട്ട് ഹസ്ബൻഡ് പോയി. അന്ന് അപ്പൊ തൊട്ട് എല്ലാവരും വരാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക, എല്ലാവരും വന്ന് എന്നെ കാണാൻ വരുന്നു, ഒരുപാട് പേര് വരുന്നു. ആ വന്ന കൂട്ടത്തില് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വന്ന ഒരു പാസ്റ്റർ. ആ പാസ്റ്റർ എന്നെ കാണാൻ വന്നിട്ട് എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു വാക്യം, റോമാലേഖനം റോമൻസ് 8:11 എടുത്ത് എന്നെ വായിച്ചു കേൾപ്പിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ പാസ്റ്റർ ഇത് പറഞ്ഞു തന്നു എനിക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു, സിസ്റ്ററിന്റെ കാർഡിയാക് മസിൽസ് ഡെത്തായി, അതുകൊണ്ടാണ് എനിക്ക് NST-MI എന്നാണ് എന്റെ ഡയഗ്നോസിസ് വന്നിരിക്കുന്നത്. അതായത് എന്റെ കാർഡിയാക് മസിൽസ് ഡെത്തായി, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ പ്രശ്നം വന്നത്. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങൾ, അതായത് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ നമ്മളെ ഉയർപ്പിക്കുന്നത്. അതേ ആത്മാവിനെ കൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ നിർജീവമായി പോയാൽ, അതായത് കിഡ്നി ഫെയിലിയർ ഒക്കെ വരുന്നവരുടെ കിഡ്നി ഫെയിലിയർ ആകുക, അതായത് അത് നിർജീവമായി പോവുക, അങ്ങനെയുള്ള അവയവങ്ങളെ ജീവിപ്പിക്കാനും ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറ്റും. അതുകൊണ്ട് സിസ്റ്റർ വാക്യം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോ തുടങ്ങി ഞാൻ ഈ വാക്യം വായിച്ചു. അതങ്ങ് ഏറ്റെടുത്തു. എന്റെ ശരീരത്തിലേക്ക് അതങ്ങ് ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്നിൽ ക്രിയ ചെയ്യാൻ എനിക്ക് തുടങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, പറഞ്ഞുകൊണ്ടേയിരുന്നു, ഈ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ എന്നെ അവിടുന്ന് അവര് ട്രാൻസ്ഫർ ചെയ്യുക, പിറ്റേ ദിവസം എന്നെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് വിടുക. കാരണം എന്റെ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അന്നൊന്നും ഇവിടെ ആൻജിയോഗ്രാം ഇല്ല, ഞാൻ കിടക്കുന്ന ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലില്. അപ്പൊ മെയിൻ വേറൊരു കാർഡിയോളജിയുടെ തന്നെ ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് വിടുവാന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് കയറ്റി എന്നെ വിട്ടു. അവിടെ പോയി ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി.
ഈ ആൻജിയോഗ്രാം ചെയ്യുന്നതിന്റെ അതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ഇത് എങ്ങനെയാ ഇത്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ അവിടെയുള്ളവർ എന്നോട് പറഞ്ഞു തന്നു. നമ്മൾ ആൻജിയോഗ്രാമിന് കയറ്റി ഒരു സ്റ്റെന്റ് ഇട്ട് നോക്കും, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവരെ അപ്പൊ തന്നെ അവിടെ സ്റ്റെന്റ് ഇടും. ഇങ്ങനെ കാത്തീറ്റർ ഇട്ട് നോക്കിയിട്ടാണ് സ്റ്റെന്റ് ഇടുന്നത്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ സ്റ്റെന്റ് ഇടും. അപ്പോ നമുക്ക് സ്റ്റെന്റിനുള്ള പൈസ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അടയ്ക്കണം. സ്റ്റെന്റിന് പൈസ കൊടുക്കണം നമ്മള്. നാട്ടിലാണെങ്കിലും നല്ല പൈസയാവുമല്ലോ. അപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞു, അതിന്റെ പ്രൊസീജിയർ അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ്. അപ്പൊ എത്രയാകും സ്റ്റെന്റിനെന്നൊക്കെ ഞാൻ ചോദിച്ചു, ഇൻ കേസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ. അപ്പം ചിലപ്പം 200 ദിനാർ അല്ലെങ്കിൽ 500 ദിനാർ അങ്ങനെയൊക്കെ ആകും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ആകെ 70 ദിനാറുണ്ട്. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ആൻജിയോഗ്രാമിന് തന്നെയാകും 70 ദിനാർ. അങ്ങനെ എന്നെ അവിടോട്ട് കൊണ്ടുപോയി. ഹസ്ബൻഡ് അവിടെ വന്നു. ആൻജിയോഗ്രാമിന് പൈസ അടയ്ക്കാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കും. അവിടെ അടയ്ക്കാൻ വേണ്ടി അവിടെ ഒരു മനുഷ്യനെ കൊണ്ട് വെയിറ്റ് ചെയ്യുക. അയാളുടെ അടുത്ത് കൊണ്ട് പൈസ കൊടുത്തു. അയാൾ പറഞ്ഞു പൈസ വേണ്ടാന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. അവിടെ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇന്നലെ വരെ എല്ലാവരും കൂടെ മേടിച്ചതാ, പോയി അടച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നെയും ചെന്നിട്ട് ബെന്നിച്ചാനെ അയാളെ മേടിച്ചില്ല. അങ്ങനെ ആ പൈസ പോലും മേടിക്കാതെ എന്നെ അവിടെ കിടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന്റെ പ്രവൃത്തി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം കർത്താവിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് നാളെ എന്തെങ്കിലും അത്ഭുതം ദൈവം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാക്യവും പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കുക. പിറ്റേ ദിവസം ഞാൻ ആൻജിയോഗ്രാമിന് കയറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ജൂനിയറായിട്ട് പിടിച്ചൊരു കൊച്ചാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരി എല്ലാവരോടും പറഞ്ഞു. ആ കൊച്ചിനെ നേരത്തെ തന്നെ എന്റെ ഒരു ഫ്രണ്ട് എന്നെ പരിചയപ്പെടുത്തിയായിരുന്നു, പക്ഷെ എനിക്കറിയത്തില്ല എന്റെ ജൂനിയർ ആയിരുന്നു എന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ കണ്ട് എല്ലായിടത്തും ദൈവം ഓരോരുത്തരെയും ഒരുക്കുക. അങ്ങനെ ആ ഡോക്ടർ എന്നെ എല്ലാം കാണിച്ചു തന്നു. ഒരു ബ്ലോക്കും ഇല്ലാതെ ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചു. അങ്ങനെ ആ ഒരു മതിലും കർത്താവിന്റെ കൃപയാൽ ചാടിക്കടന്ന് ഞങ്ങൾ വന്നു. ഇനി എല്ലാം കഴിഞ്ഞല്ലോ എന്നോർത്ത് പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ പഠിപ്പിക്കുക, അവരുടെ കാര്യം നോക്കുക, അങ്ങനെയുള്ള തിരക്കിലും പിന്നെ ഞായറാഴ്ചകളിലെ പ്രാർത്ഥനയ്ക്ക് പോവുക, അങ്ങനെ എല്ലാം ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയായി ഒരു കോവിഡിന്റെ ഒക്കെ സമയമായപ്പോ 2021-20 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ കണ്ണിനൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അതങ്ങ് അങ്ങനെ വന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് വരുന്ന ഓരോ അസുഖങ്ങളും വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ അസുഖത്തെ പറ്റി പഠിക്കുന്നത്. അതുപോലെ ഓരോരോ അസുഖങ്ങളാണ് എനിക്ക് വരുന്നത്. അപ്പൊ ഈ കണ്ണിന് രാത്രി ഞാൻ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ. കണ്ണ് തുറക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് തുറന്നാലല്ലേ നമുക്ക് കാണത്തുള്ളൂ. എനിക്ക് കണ്ണ് തുറക്കാനേ വയ്യ. കാരണം ഒരിത്തിരി വെട്ടം കണ്ണിലോട്ട് കയറുമ്പോൾ ഭയങ്കരമായ വേദന. കണ്ണ് മൂടി അങ്ങ് വെക്കാൻ അങ്ങ് തോന്നുക. ഫോട്ടോഫോബിയ എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണെല്ലാം അടച്ച് ഞാനിങ്ങനെ കെട്ടിവെച്ച് ഒട്ടും വെട്ടം എനിക്ക് പോകാൻ പറ്റില്ല. ഒരു വല്ലാത്ത, അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ എന്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു. ആ ഡോക്ടർ ഒരു നല്ല ഡോക്ടറായിരുന്നു, ഒരു മലയാളി ഡോക്ടറായിരുന്നു. ഡോക്ടറിനോട് ചോദിച്ച് എന്റെ ഹിസ്റ്ററികളെല്ലാം നോക്കിയപ്പം എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ട്. ഞാൻ ആർത്രൈറ്റിസിന് മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കുന്നു നാട്ടിലൊക്കെ പോയി. ഈ ഹാർട്ടിന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ആർത്രൈറ്റിസ് ഉണ്ട്. ഞാനത് ചികിത്സയ്ക്ക് മരുന്ന് കഴിക്കാൻ മടിയൊക്കെ കാണിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ റെഗുലർ ആയിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇതിന് മരുന്ന് കഴിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയി ഒരു ഡോക്ടറിനെ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, റൊമറ്റോളജിസ്റ്റിനെ. അപ്പോ എന്നോട് ഡോക്ടർ ഇങ്ങനെ ഹിസ്റ്ററി എല്ലാം എടുത്തപ്പം ഈ റൊമറ്റോളജിസ്റ്റിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെല്ലാം പറഞ്ഞപ്പം പറഞ്ഞു ഈ എനിക്ക് ആർത്രൈറ്റിസ് ഉള്ളത് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാധിക്കുന്ന അസുഖം. അപ്പൊ എന്റെ ഈ കണ്ണിന് ഇപ്പം വന്നിരിക്കുന്നത് ഓരോ സിസ്റ്റത്തിലോട്ട് ഇത് ബാധിക്കും. അപ്പൊ എന്റെ ജോയിന്റ്സിനെ ബാധിക്കുന്നതാണ് ആർത്രൈറ്റിസ്. കണ്ണിന് വരുന്നതാണ് ഈ അസുഖം യുവൈറ്റിസ്. അത് അടുത്ത സിസ്റ്റത്തിലോട്ട് അത് കയറി. അപ്പൊ ഞാനിപ്പോ കഴിക്കുന്ന മരുന്ന് പോരാ, കുറച്ചും കൂടെ കൂടിയ മരുന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടർ കുറെ സ്റ്റീറോയിഡ് ഒക്കെ തന്ന് ആ സ്റ്റീറോയിഡ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിനൊരു കുറവായി. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെ, ഇനിയും ഇങ്ങനെ അങ്ങ് കുഴപ്പമില്ലാതെ പൊക്കോളൂ എന്ന് കരുതി ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ അങ്ങ് പോയി. അപ്പോഴത്തേക്കും കോവിഡ് വന്നു. കോവിഡിന്റെ സമയമായപ്പോഴത്തേക്കും നമുക്ക് ലീവിന് പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പം ഞങ്ങൾക്ക് മോർണിംഗ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കോവിഡിന്റെ വാക്സിൻ കൊടുക്കാൻ ഞങ്ങൾ കുറെ പേരെ സെലക്ട് ചെയ്തു. അതിലൊരാളിൽ ഞാനായിരുന്നു. അപ്പൊ മോർണിംഗ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് കോവിഡ് വാക്സിനേഷൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ രാത്രി 10 മണിയാകും. രാവിലെ 6:30 ഇറങ്ങുന്നതാണ്. എന്റെ കാലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേദന കൊണ്ട് എനിക്ക് നിൽക്കാൻ മേല. ഞാൻ റൂമിലോട്ട് എന്റെ ഹോളിലോട്ട് കയറുമ്പോ തൊട്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിള്ളേരെല്ലാം റെഡി ആയിട്ടിരിക്കും. ഞാൻ വന്ന് കുളിയും കഴിഞ്ഞ് കാലെല്ലാം എല്ലാവരും ഹസ്ബൻഡും പിള്ളേരും എല്ലാം കൂടെ തിരുമ്മി എല്ലാം ശരി ഒരുപാട് തിരുമ്മിയിട്ടാണ് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്നത്. പിന്നെയും രാവിലെ ഇത് തന്നെ. അങ്ങനെ ഭയങ്കരമായ കഷ്ടപ്പാടിന്റെ സമയങ്ങളായിരുന്നു കോവിഡിന്റെ സമയം.
അങ്ങനെ ഈ കോവിഡിന്റെ ഈ വേദന കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലെ ഡോക്ടറിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ തന്നെ കാണിക്കാം, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഫ്ലൈറ്റ് ഇല്ല, അവിടെ തന്നെ കാണിക്കാം, ആരെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡോക്ടർ, ഇവിടെയുള്ള ഒരു റൊമറ്റോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് എനിക്ക് തന്നെ എടുക്കാവുന്നേ, സബ്ക്യൂട്ടേനിയസ് എനിക്ക് തന്നെ എടുക്കാവുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അത് എടുത്തുകൊണ്ടിരുന്നു. എവരി ടു വീക്സ് എടുത്തു. അങ്ങനെ എടുത്തിട്ടൊന്നും എനിക്ക് വലിയ കുറവൊന്നും കാണുന്നില്ല. പിന്നെ നാട്ടിൽ ഫ്ലൈറ്റ് തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയി ഡോക്ടറിനെ കാണിച്ചു. പിന്നെ എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ അതിന്റെ ഇഞ്ചക്ഷന്റെ ഡോസ് ഒക്കെ കുറച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. കുറേ ബ്ലഡ് ടെസ്റ്റും ചെയ്ത് എന്നെ അഡ്മിറ്റ് ചെയ്ത് വരെ നോക്കി. ഒന്നും മനസ്സിലാകുന്നില്ല, എന്റെ അസുഖം കണ്ടുപിടിക്കുന്നില്ല. എനിക്ക് അപ്പോഴത്തേക്കും അങ്ങ് ക്ഷീണവും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും വേദനയും ഒന്നും കുറയുന്നില്ല, ആകെ ബുദ്ധിമുട്ടായി. നാട്ടിൽ നിന്നൊന്നും കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനുള്ള ദിവസം ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ പിന്നെ സിക്കായി. ഭയങ്കരമായി പനിയായി എന്നെ അഡ്മിറ്റ് ചെയ്തു, ഹോസ്പിറ്റലിൽ കടന്നു. അവർക്ക് എന്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതിഭയങ്കരമായ പനിയാണ്. പിന്നെ അവർ ഒരുപാട് ആന്റിബയോട്ടിക് ഒക്കെ തന്നു, അഡ്മിറ്റ് ചെയ്തു. 3-4 ദിവസം അവിടെ കിടത്തി. എങ്ങനെയോ പനി കുറഞ്ഞു. പക്ഷെ ഒരു ഗുണം ഉണ്ടായത്, ആ കിടന്ന സമയത്ത് അവരെനിക്കൊരു അബ്ഡമൻ CT ചെയ്തപ്പം അവർക്ക് മനസ്സിലായി എന്റെ വയറിനകത്ത്, കുടലിനകത്തെല്ലാം ഇൻഫെക്ഷനാണ്, ഇൻഫ്ലെയിംഡ് സീക്കം, അങ്ങനെ ഒരുപാട് ഡയഗ്നോസിസ് പുതിയതൊക്കെ വരിക. അപ്പൊ ആ ഡോക്ടറിനോട് പറഞ്ഞു, ആന്റിബയോട്ടിക് എല്ലാം കഴിഞ്ഞു ഒന്നും കൂടെ നീ ഒന്ന് അബ്ഡോമിനൽ CT ചെയ്യണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ നിന്റെ രോഗം, ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആന്റിബയോട്ടിക് എല്ലാം കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോ സെയിം ഇത് തന്നെ കാണിക്കുക. പിന്നെ അപ്പം ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണിച്ചു. പിന്നെ MRI ചെയ്തു, കൊളോണോസ്കോപ്പി ചെയ്തു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം പുതിയൊരു രോഗം കൂടെ എനിക്ക് വന്നു, ക്രോൺസ് ഡിസീസ് എന്ന് പറയും. ഞാനിതൊക്കെ പഠിച്ചപ്പം കേട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരുടെ ഡയഗ്നോസിസ് കണ്ടിട്ടുള്ളത് IBD, ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇത് എന്റെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെ ബാധിക്കുന്ന അടുത്ത അസുഖം, മൂന്നാമതൊരെണ്ണം കൂടെ. പിന്നെ അതിനും വേറെ ചികിത്സകളൊന്നുമില്ല, ഈ മരുന്നൊക്കെ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് എന്റെ വേദനകളുടെ ഒരു കാലങ്ങളാണ്. പിന്നെ അങ്ങോട്ട് 2022 അങ്ങനെ ഒരു തരത്തിൽ കഴിഞ്ഞുപോയി. 2023 തുടങ്ങി. എനിക്ക് ഒരു സുഖവുമില്ല, ശരീരത്തിന് എപ്പോഴും വയറുവേദനയാണ്, അങ്ങനെ കാലുവേദന, അങ്ങനെ വേദനകളിലൂടെ ഞാൻ കടന്നു പോവാം. 2023 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വർഷമാണ് മോന്റെ 12th എക്സാം നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് അതാ. ഞാൻ എന്റെ വേദനകളെല്ലാം മാറ്റി വെച്ചിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഒരു തരത്തിൽ ഞാൻ സഹിച്ച് ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവന്റെ 12ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു. മോനെ ഞങ്ങള് നാട്ടിൽ കയറ്റി വിട്ടു. ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനോട് പറയും, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവനെ ഒന്ന് നാട്ടിൽ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് മതി ബാക്കി ചികിത്സകളൊക്കെ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല സുഖമില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയാം. മോനെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഞാന് പോയി ഒരു സോണാർ ചെയ്തു നോക്കി. എന്താ എന്റെ വയറങ്ങ് വീർക്കുന്നു, എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യ. രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്നും രാവിലെ നല്ല ചായ കുടിക്കും, എനിക്കത് നിർബന്ധമാണ്. ആ ചായ പോലും എനിക്ക് കുടിക്കാൻ മേല. ഒരു 2 കവള് കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഛർദ്ദിക്കാൻ വരും, വയറെല്ലാം അങ്ങ് വീർക്കുന്ന പോലെ തോന്നും. ആകെ മൊത്തം കഴിക്കുന്നത്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഒരു ചെറിയൊരു ടിഫിൻ ബോക്സിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വാട്ടർമെലൻ കട്ട് ചെയ്ത് തന്നുവിടും. അത് മാത്രം, അതൊരു 2-3 കഷ്ണം തിന്നും ഒരു ദിവസം. ഒന്നും എനിക്ക് വേണ്ട, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവാ. അപ്പം സോണാർ ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഡോക്ടറിനോട് പറഞ്ഞു, എനിക്ക് വയറ്റിലെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത്, അതായത് അസൈറ്റിസ് എന്ന് പറയും, ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നു, നീ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ഗ്യാസ്ട്രോ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്റെ ഇഞ്ചക്ഷൻ ഒന്ന് മാറണം, ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് എന്റെ ഇഞ്ചക്ഷൻ മാറി. പുതിയ ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണമെങ്കിൽ നമ്മൾ തന്നെയൊന്നുമല്ല, IV ആണ്, ഞരമ്പിൽ എടുക്കുന്നതാണ്. അതിനെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് ആദ്യം ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ തന്ന്, പിന്നെ അലർജിയുടെ ഇഞ്ചക്ഷൻ തന്ന്, ശരിക്കും കീമോതെറാപ്പി ഒക്കെ എടുക്കുന്ന പോലെയുള്ള ഒരു ഇഞ്ചക്ഷനാണ്. ഒന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഡോസ് 2 ആഴ്ച കഴിഞ്ഞ് അതും എടുത്തു. പറഞ്ഞ് 2 ഡോസ് കഴിയുമ്പോൾ നിനക്ക് വ്യത്യാസം വരുമെന്ന്. ഒരു വ്യത്യാസവും ഇല്ല. പകരം എനിക്ക് പനി വരാൻ തുടങ്ങി, ഭയങ്കരമായ പനി എന്ന് പറഞ്ഞാൽ നമുക്ക് 40 ടെമ്പറേച്ചറാ, 39 ഈ ലെവലിലാണ് നിൽക്കുന്നത്, ഒട്ടും കുറയുന്നില്ല. കാഷ്വാലിറ്റി പോയി കിടന്ന് ഒരു ദിവസം ഞാൻ ഫുൾ അവിടെ കിടന്നു. പനി കുറയും,
കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കൂടും. അങ്ങനെ അവസാനം അവരെന്നെ അവിടുന്ന് വിട്ടു, കുറെ ആന്റിബയോട്ടിക് ഒക്കെ തന്നിട്ട്. അപ്പൊ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലില്, മലയാളി ഡോക്ടർ. ആ ഡോക്ടർ ഇടയ്ക്ക് എന്റെ റിപ്പോർട്ടൊക്കെ കാണുന്നതാ. അപ്പൊ ആ ഡോക്ടറിനെ ഞാൻ ഇങ്ങനെ വിളിച്ചു, ഡോക്ടറെ ഇന്ന ആന്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പനിയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മെയ് അവസാനമായി, 2023 മെയ് അവസാനമായി മോന്റെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ പോകാൻ റെഡിയായി. അതിനുവേണ്ടി ഞാൻ ലീവ് എഴുതിയിരിക്കുന്ന ജൂൺ ആദ്യം, പിന്നെ എവിടെയെങ്കിലും കോഴ്സിന് ചേർക്കണമെന്ന് പറഞ്ഞ്. അപ്പോ ഡോക്ടർ എന്നോട് വിളിച്ചു, എന്നെ നോക്കിയപ്പോ എന്റെ വയറെല്ലാം ഇങ്ങനെ വീർത്തു, ഞാൻ ആകെ ക്ഷീണിച്ചു, വയറ് നന്നായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറി പൊക്കോളാൻ പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച പോകാനിരിക്കുകയെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഒരിക്കലും അത്രയും വരെ ഒന്നും പോകണ്ട, എത്രയും പെട്ടെന്ന് കിട്ടുന്ന ടിക്കറ്റ് എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അന്നൊരു ചൊവ്വാഴ്ച, ബുധനാഴ്ച രാത്രി, അതായത് വ്യാഴാഴ്ച വെളുപ്പിനെയുള്ള ഫ്ലൈറ്റിന് പോകണം എനിക്ക്. അതിനുവേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എല്ലാം മാറ്റി നിന്ന നിപ്പില് ബുധനാഴ്ച രാവിലെ ഞാൻ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, പോയിട്ട് എനിക്ക് പോരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ ഒരു തരത്തില് ഡ്യൂട്ടിക്ക് പോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. അപ്പോഴത്തേക്കും ഡ്യൂട്ടി കൂടെ അധികം നേരം നിന്നില്ല, എന്നാൽ പോലും എനിക്കങ്ങ് വയറങ്ങ് പിന്നെയും അങ്ങ് വീർത്തിട്ട് എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. എനിക്ക് വേറൊരു പ്രശ്നം, യൂറിൻ പോകുന്നില്ല. അങ്ങനെയും കൂടെ വന്നപ്പോഴത്തേക്കും ആകെ പ്രശ്നം, പനി, നല്ലോണം പനിയുണ്ട്, പനി ഇങ്ങനെ പനിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ കൂടെ യൂറിനും പോകുന്നില്ല, ആകെ പ്രശ്നമായി. ഇപ്പൊ എന്റെ അടുത്തെല്ലാം നേഴ്സസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒന്നും കഴിക്കാതെ കിടക്കുമ്പോ എന്റെ ഹസ്ബൻഡ് പോയി ആരെയും വിളിച്ചുകൊണ്ട് വന്ന് അവരെനിക്ക് ഡ്രിപ്പ് ഇടും. അങ്ങനെയൊക്കെയാ ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്, ഒരു ഇപ്പം ജീവൻ കിടക്കുന്ന അങ്ങനെയൊക്കെയാ. ഈ യൂറിനൂടെ പോകാതെ വന്നപ്പോഴത്തേക്കും ആകെ സങ്കടമായി. അന്ന് രാത്രി പോവുകയും വേണം. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റാഫുമാരെല്ലാം 1-2 പേര് വന്ന് എനിക്ക് കാത്തീറ്റർ ഇട്ടു. അപ്പൊ കുറെ യൂറിനൊക്കെ പോയി ഒരു ആശ്വാസമായി. എന്നിട്ട് ഈ കാത്തീറ്റർ ഇട്ട ബാഗും ഒക്കെ ആയിട്ട് ഞാൻ നടക്കുക. രാത്രി 12 മണിക്ക് എനിക്ക് ഇറങ്ങണം. ഭയങ്കരമായ പനിയും ഈ ബുദ്ധിമുട്ടും എല്ലാമായിട്ട് എനിക്കൊന്നും വയ്യ. ഒരു നേരെ ഹോസ്പിറ്റലിലോട്ടാ പോണത്. അപ്പം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെക്കണം. അതുപോലെ മോനെ ചേർക്കുന്ന അതിനുള്ള അവന്റെ കുറെ സാധനങ്ങളുണ്ട്, അതെല്ലാം എടുക്കണം. പിന്നെ നാട്ടിൽ പോകുന്നതിന്റെ എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് പാവം വന്ന് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഒരറ്റം മുതൽ അടുക്കി പെറുക്കുക. എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ. ഞാനൊന്ന് കരയുകയും സങ്കടപ്പെടുകയും ചെയ്ത് ഞാൻ ഇങ്ങനെ നടക്കുക. എന്റെ ദൈവമേ, എനിക്ക് ഒരല്പ ആരോഗ്യം താന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങ് കരഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ ഒരു 10 മണിയായപ്പോ ഞാൻ ഈ ഹോളിലെ സോഫയിലോട്ട് വന്നിട്ട് കിടന്നിട്ട് ഞാൻ അങ്ങ് ഉറങ്ങി. അവിടെ കിടന്ന് ഒരു ഭയങ്കര ഡീപ്പ് സ്ലീപ്പ്, ഗാഠനിദ്ര എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളത് പോലെ അതുപോലെ ഒരു ഉറക്കം ഇങ്ങനെ വന്നു. 10 തൊട്ട് 11 മണി വരെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. 11 എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചുണർത്തി, നീ ഒന്ന് എഴുന്നേറ്റേ, നമുക്ക് പോകണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാ, പോണമല്ലോ. അപ്പൊ എന്തോ ഒരു നല്ല ആരോഗ്യം എനിക്ക് വന്നു. ഒരു വേഗം ഞാൻ ബാത്റൂമിൽ പോയി. അപ്പോഴും ഈ കാത്തീറ്ററും ട്യൂബും എല്ലാം കിടക്കുക. ബാത്റൂമിൽ പോയി ഞാൻ തന്നെ കാത്തീറ്റർ എല്ലാം ഊരി കളഞ്ഞിട്ട് ഞാനങ്ങ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് ഇത്തിരി ആരോഗ്യം ദൈവം എനിക്ക് അങ്ങ് തന്നു. പിന്നെ വേഗം എല്ലാം കൈ കിട്ടിയതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയി. അപ്പം എന്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ ഞങ്ങൾ വരുന്നുണ്ട്, മമ്മി വരുമൊന്നും വേണ്ട എറണാകുളത്തിന്, ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്നാന്ന് വെച്ചാൽ പറയാമെന്നെല്ലാം പറഞ്ഞു. മമ്മിക്ക് കിടന്ന ഉറക്കമുണ്ടോ? മമ്മിക്ക് ഒരു സമാധാനമില്ല. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും മമ്മിയും ലിസി ഹോസ്പിറ്റലിൽ വന്ന് നിൽപ്പുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ദേവദാസനുണ്ട്, ആ പാസ്റ്റർ വന്ന് ഞങ്ങളെ കൊണ്ട് വന്ന് ലിസി ഹോസ്പിറ്റലിലോട്ടാക്കി. അവിടുന്ന് ഡോക്ടേഴ്സ് ഒരുപാട് ഹിസ്റ്ററികളും കാര്യങ്ങളും എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതെല്ലാം അവർ എഴുതിയെടുത്ത് ഉച്ച തൊട്ടുള്ള ഹിസ്റ്ററി എടുപ്പും കാര്യങ്ങളും എല്ലാം ആയി. 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ തനിനിറം പുറത്തു വന്നു. അതിഭയങ്കരമായ പനി അങ്ങോട്ട് തുടങ്ങി. അപ്പോഴത്തേക്കുമാണ് മമ്മിക്ക് മനസ്സിലാകുന്നത് ഇതാണ് എന്റെ കണ്ടീഷൻ. എന്നെ കണ്ടപ്പം പറഞ്ഞു, ഞാൻ വിചാരിച്ചതിലൊക്കെ നീ ഭേദമാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എങ്ങനെയൊരു മുറി കിട്ടി, അഡ്മിറ്റ് ചെയ്തു. രാത്രി തന്നെ CT അബ്ഡോമിൻ എടുത്തു. അപ്പോഴത്തേക്കും ഫ്ലൂയിഡ് ഒക്കെ കണ്ടമാനമായി. അവര് പിറ്റേ ദിവസം തന്നെ ഫ്ലൂയിഡ് കുറെ എടുത്തു കളയാൻ വേണ്ടി കൊണ്ടുപോയി ബയോപ്സി വയറ്റിൽ നിന്ന് എടുക്കുന്നു. ഈ രോഗം ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ അടുത്തത്. പിന്നെ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ. പിന്നെ അങ്ങോട്ട് പനി എന്ന് പറഞ്ഞാല് അതിഭയങ്കര പനിയാ എനിക്ക്. ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ ഡോളോ 4 എണ്ണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ആയിട്ട് തരുന്നത്. കാരണം പനിയൊന്ന് കുറയണമല്ലോ. ഒന്ന് കുറയുമ്പോൾ ഒന്ന് ഇച്ചിരി സമാധാനമാകുമ്പോൾ അടുത്ത പനി. അങ്ങനെ ഞാൻ വേദനയിലെ തീച്ചൂളയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. നമുക്ക് ഒരു ദിവസം ഒന്ന് പനിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, എത്ര 3-4 ആഴ്ചയോളം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് പനിയായിട്ട്. അപ്പൊ അവര് എന്റെ അസുഖം എന്നാണെന്ന് അവര് കണ്ടുപിടിച്ചു. അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും.
അസുഖം കണ്ടുപിടിച്ചു, അതിനുള്ള മരുന്നുകൾ തുടങ്ങി. ആന്റിബയോട്ടിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു രാത്രി ആയപ്പോഴത്തേക്കും ഒരു ചെയ്യാവുന്ന ടെസ്റ്റുകൾ മുഴുവനും എനിക്ക് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് എന്നും ചെയ്യും, എന്തൊക്കെയൊക്കെയോ എടുത്ത്, എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും ഉപവാസവും പ്രാർത്ഥനയും, എന്നെ അറിയാവുന്നവരും മുഴുവൻ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. എന്റെ മമ്മി പ്രാർത്ഥിക്കുന്നു, എന്റെ വീട്ടുകാർ മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ചർച്ചുകളെല്ലാം, എത്രയോ ചർച്ചുകൾ, കാത്തലിക് ചർച്ച്, യാക്കോബ ചർച്ച്, CSI ചർച്ച് എന്ന് വേണ്ട സകല ചർച്ചുകളും എനിക്ക് വേണ്ടി കുവൈറ്റിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നാട്ടിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഈ രാത്രി കിടന്നാൽ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഞാൻ അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ ഞാനിങ്ങനെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, ആത്മീയ പോരാട്ടമൊക്കെ. അതൊക്കെ ഞാനിങ്ങ് ഫീൽ ചെയ്യും. എനിക്കങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ മരിച്ചു പോകണു എന്ന് പറഞ്ഞ് മൊബൈൽ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ ഫോട്ടോ വെച്ച് ഞാനിതിങ്ങനെ കാണുക. അപ്പോ ഞാനിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒരു രാത്രി ഞാനിങ്ങനെ കിടക്കുമ്പോ എന്റെ മമ്മി എന്നെ കിടന്ന് കരയുന്ന എനിക്ക് കേൾക്കാം. പക്ഷെ എനിക്ക് വാ തുറന്നൊരു അക്ഷരം മിണ്ടാൻ മേല. ഞാനിങ്ങനെ ജീവൻ ഉണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. അതേ അവസ്ഥയിൽ ഞാൻ കിടക്കുക. മമ്മി അന്നേരം പറയുന്നുണ്ട്, എന്റെ കാലിലെല്ലാം മമ്മി തൊടുന്നുണ്ട്, തണുത്തിരിക്കുന്നു. അതായത് തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെ തണുത്തിരിക്കുന്നു അതിലും വലിയ തണുപ്പായിരുന്നു എന്നാ മമ്മി പറയുന്നത്. കാല് മുഴുവൻ ഐസ് പോലെ, കൈ ഐസായിട്ട് ദേഹമൊക്കെ അങ്ങ് തണുത്തു. മരണത്തിന്റെ ഒരു തണുപ്പുണ്ടല്ലോ, ആ തണുപ്പ് എന്റെ ദേഹത്തെ ബാധിച്ചു. എനിക്ക് മിണ്ടാൻ മേല. ഞാൻ ഈ വേറെ ഏതോ ഒരു ലോകത്ത് കിടക്കുന്ന പോലെ എനിക്ക് ഇങ്ങനെ ഞാൻ കിടക്കുക. അന്ന് രാത്രിയിലാണ് ഞാൻ ഇങ്ങനെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഈ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഈ ഒരു ഭാഗം എന്റെ വായിൽ ഇങ്ങനെ വരിക. ഇത് ഞാൻ പറഞ്ഞ് ഞാൻ കണ്ണു തുറന്നു. അങ്ങനെ ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു. ആ ഒരു വാക്യത്തിൽ പിടിച്ചായിരിക്കുന്നു ഞാൻ വന്നത്. അപ്പൊ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. കാരണം പണ്ട് എനിക്ക് പ്ലൂറൽ എഫ്യൂഷൻ വന്നപ്പോ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അന്നേരം എനിക്ക് മരിക്കുന്നത് എനിക്ക് ഇത്തിരി വേദനയുള്ള കാര്യമായിരുന്നു. കാരണം കുഞ്ഞ് പാല് കുടിക്കുന്ന കുഞ്ഞാ. ഇന്നിപ്പോ ഞാൻ ഓർത്ത്, കർത്താവേ, എന്റെ ദൈവം, എനിക്ക് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് നിത്യതയെ എനിക്കറിയാം. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന സർവ്വ നന്മകളെ പറ്റി എനിക്കറിയാം. ഞാൻ എപ്പോഴും ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ എന്നാ അങ്ങ് വന്നേക്കാം. എനിക്ക് ഈ ഭൂമിയിലെ ഈ കഷ്ടപ്പാട് എനിക്ക് വയ്യ. കർത്താവ് എന്ന എന്നെ അങ്ങ് കൊണ്ടുപോകും. ഞാൻ അങ്ങ് സന്തോഷത്തോടെ വന്നോളാം. ഞാൻ അവിടെ കിടന്ന് എനിക്ക് അറിയാവുന്ന ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു, കർത്താവേ, ഞാൻ വരാൻ ദൈവം ഒരുങ്ങിയിരിക്കുക, എന്നാ എന്നെ അങ്ങ് കൊണ്ടുപോകും. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറയരുത് ഒരിക്കലും, നീ അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട, നിന്നെ നമ്മുടെ മക്കളുടെ വിവാഹമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തേ എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യമില്ല. കാരണം എന്നെ കുളിപ്പിക്കുന്നവരെ എന്റെ മമ്മിയാ, എനിക്കൊന്നും ചെയ്യാൻ മേല. ഞാൻ എങ്ങനെ ഓടി നടന്ന പുലി പോലെ ഓടി നടന്ന് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ എനിക്ക് തന്നെ സങ്കടം സഹിക്കാൻ, കട്ടിലെ എണ്ണീക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയിൽ കൂടി ഞാനിങ്ങനെ കടന്നുപോയി. അവസാനം ഡോക്ടേഴ്സ് എന്റെ IV എല്ലാം ഊരി എന്നോട് പറഞ്ഞു, ഇനിയിപ്പൊ നിനക്ക് ഇഞ്ചക്ഷൻ ഇല്ല, ട്രിപ്പ് വേണ്ട, ഇതിന്റെ ഇൻഫെക്ഷൻ ആണോ എന്നറിയത്തില്ല ഈ പനി പറയാത്തത്. അങ്ങനെ എല്ലാം മാറി. എനിക്ക് വെറുതെ ടാബ്ലറ്റ് ഡോളോ തരുക. എന്റെ കയ്യിൽ ഒരു ക്യാനല പോലും ഇല്ല, എല്ലാം കളഞ്ഞു. വെറുതെ ഡോളോ തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, എങ്ങനെ ഈ ഡോളോ തരാനാണ്, ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നത്, എന്ത് പൈസയാവുന്നത് അവിടെ നിന്ന് അറിയാം അവിടൊക്കെ കിടക്കുമ്പോ. അപ്പം ഡോക്ടർ പറഞ്ഞു, നിനക്ക് പോണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. കാരണം അവരെങ്ങനെയും ഇതൊന്ന് പോയി കിട്ടട്ടെന്ന് പറഞ്ഞുള്ള ഒരു ലെവലിൽ എത്തി അപ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കിടന്നപ്പോഴും എന്റെ പനിക്ക് ഒരു കുറവുമില്ല. എനിക്ക് ഇങ്ങനെ പനി വരുന്നു. ഛർദിൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഛർദില്. ഈ സമയത്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഒരു ബൈബിള് പോലും ഇല്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ബൈബിൾ ഒന്നും എടുത്തു വെക്കാൻ മറന്നുപോയി. മമ്മി വന്നപ്പോൾ മമ്മിയുടെ കയ്യിലുമില്ല. പക്ഷേ എപ്പോഴും മമ്മി ഇങ്ങനെ സങ്കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മമ്മിക്ക് ഇതെല്ലാം കാണാതറിയാം, സങ്കീർത്തനമില്ല. മമ്മി ഇങ്ങനെ സങ്കീർത്തനങ്ങളെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം മമ്മി ഒരു വാക്ക് എപ്പോഴും എന്നോട് പറയുന്നത്, ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുക, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം പറഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കും. അപ്പം മമ്മി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം 2 വാക്യം ദൈവം കൊടുത്തു എന്ന് പറഞ്ഞു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഈ വാക്യമൊക്കെ എനിക്ക് ദൈവം തരുന്നത്, നിനക്ക് ദൈവം സൗഖ്യം തരുമെന്നും പറഞ്ഞ് മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡ്, എല്ലാവരുടെയും പ്രാർത്ഥന ഒരു കോട്ടയായിട്ട് എനിക്ക്, കാരണം എനിക്ക് അത് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ് നമുക്കിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നത്. ആ സമയത്ത് എനിക്ക് യേശുവേ, ദാവീദുപുത്രാ, എന്നോട് കരുണയായിരിക്കണമേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഞരങ്ങിക്കൊണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ സമയങ്ങളിൽ.
അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോഴും ഈ ഒരു അവസ്ഥയായപ്പോ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഞാൻ മരിച്ചെന്നിരിക്കും. അപ്പോ ഞങ്ങളുടെ പാസ്റ്റർ, കുവൈറ്റിലുണ്ടായിരുന്ന പാസ്റ്റർ ഇപ്പം നാട്ടിലുണ്ട്. ആ പാസ്റ്റർ ഇപ്പം ഇവിടെ പോയി നോർത്ത് ഇന്ത്യയിൽ സുവിശേഷവേലയ്ക്ക് പോയിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ പാസ്റ്ററും ഇല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി അടക്കുന്ന എങ്ങനെയാ. അപ്പൊ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് നാട്ടിലില്ല. ഞങ്ങൾ ഈ കുവൈറ്റിലായതുകൊണ്ട് നാട്ടിലൊരു മെമ്പർഷിപ്പ് ഇല്ല, ഒരു ചർച്ചില്ല. ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ പോണത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ എന്റെ ഭാഗത്താനത്തുള്ള ഒരു ചർച്ചിലാണ് പോണത്. അപ്പൊ അവിടുത്തെ പാസ്റ്ററിന്റെ മമ്മി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ മമ്മിയോട്, മമ്മി ആ പാസ്റ്ററിനെ വിളിച്ച് എനിക്ക് തന്നു. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സ്നാനപ്പെട്ടത് അവിടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡില്ല, ഞാനെങ്ങാനും മരിച്ചു പോയാല് പാസ്റ്റർ എന്നെ അവിടെ അടക്കാൻ പറയണം, അതിനുള്ള പ്രൊവിഷൻ എല്ലാം പാസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ അങ്ങനൊന്നും വരത്തില്ല, സിസ്റ്ററിനൊന്നും വരത്തില്ല എന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാസ്റ്റർ വാക്ക് തരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ പാസ്റ്റർ നോർത്ത് ഇന്ത്യ പോയ പാസ്റ്ററിനായിട്ട് പ്രത്യേകം പറഞ്ഞിരിക്കുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ നിമിഷം വന്നേക്കണം, ഫ്ലൈറ്റ് കയറി വന്നേക്കണം എന്ന് പറഞ്ഞ് ചട്ടം കെട്ടിയിരിക്കുക. അതൊന്നും എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ഞാൻ എന്റെ അടക്കത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങ് ക്രമീകരിച്ചു. കാരണം എനിക്ക് മനസ്സിലായി ഇനി അധികം ഇല്ല എന്റെ കാര്യം ഇങ്ങനെയാണെന്നുള്ളത്. ഞാൻ തയ്യാറെടുത്ത് കിടക്കുവാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പിന്നെയും എന്നെ അഡ്മിറ്റ് ചെയ്തു. ലങ്സിന് എന്തൊക്കെയോ ശ്വാസം മുട്ടലൊക്കെ വന്ന് പിന്നെയും അഡ്മിറ്റ് ചെയ്തു, പിന്നെയും ഡിസ്ചാർജ് ചെയ്തു. അവസാനം ഓഗസ്റ്റ് 10 എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യണം, ലീവൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നിടത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു. ആ സമയമായപ്പം ഡോക്ടറിനോട്, അവിടുത്തെ ഫിസിയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് അവർക്ക് നോക്കണം എന്റെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, നമുക്ക് നല്ല ആരോഗ്യമുള്ളവരുടെ പോലും ഒരു 2-3 കിലോ കുറയും ഈ ഇത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും. കാരണം അത്രയ്ക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറായത്. അപ്പോ എങ്ങനെ ഇത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ എന്നാലും ഡോക്ടറിന്റെ നിർബന്ധം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കൊളോണോസ്കോപ്പി ചെയ്തു. ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി. എനിക്കങ്ങ് ഒത്തിരി ഞാൻ സിക്കായി പോയി. അത് കഴിഞ്ഞ് കൊളോണോസ്കോപ്പിയും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പോരണം ഇങ്ങോട്ട്. ആ ഡേറ്റ് ആയി. അപ്പൊ ഞാൻ വീൽ ചെയറിൽ, ആ സമയത്തെല്ലാം വീൽ ചെയറല്ല, നടക്കാനൊന്നും വയ്യ. വീൽ ചെയറിൽ ഇരുന്ന് ഡോക്ടറിന്റെ ഈ റിപ്പോർട്ടും ഒക്കെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് വീക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു, നീ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുവൈറ്റിന് പോവുക, എനിക്കിനി ലീവില്ലാന്ന്. ഡോക്ടർ പറഞ്ഞു, ലേഖ നീ എന്ത് പറയുന്നു, നിനക്ക് 2 മാസം നീ കട്ടിലേ കിടക്കേണ്ടതാ, കിടക്കേണ്ട കേസാ നീ ഇപ്പം പോയാൽ ശരിയാവത്തില്ല, ലീവ് നീ കൂട്ടിക്കോളാം, നീ നീട്ടിയെടുക്കാൻ പറഞ്ഞപ്പോ എനിക്ക് ഇനി എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എടുക്കാൻ, എനിക്കല്ലാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തെ വിളിച്ച് കർത്താവിന്റെ കരങ്ങളിലോട്ട് എന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോരുമായിരുന്നു. ആരുമില്ല എനിക്ക്. എന്റെ ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. ഹസ്ബൻഡിന് അന്ന് തീരെ നിവൃത്തിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഹസ്ബൻഡ് ഓൾറെഡി പോന്നു. എന്നെ കൂടെ വരാൻ ആരുമില്ല. ഞാൻ തനിച്ച് ഒരു പെട്ടി നിറച്ച് മരുന്ന്, ഒരു പെട്ടിയിൽ എന്റെ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നു. കുവൈറ്റിൽ വന്നു. വീട്ടിൽ വന്നു. ഇനി പിറ്റേ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. എന്റെ യൂണിഫോം എല്ലാം ഇട്ടിട്ട് ലോഹ പോലെ കിടക്കുകയാണ്. അതുപോലെ ഞാൻ വെയിറ്റ് കുറഞ്ഞു. 15 കിലോയോളം ഞാൻ കുറഞ്ഞു. ഞാൻ പിന്നെ അതെല്ലാം ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ, ഒരു ടൈലറിനെ കൊണ്ട് അത് മുഴുവനും ഷേപ്പ് ചെയ്യിച്ച് വണ്ണമെല്ലാം കുറച്ചിട്ടാണ് ഞാൻ അതൊക്കെ ഇട്ടുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഡ്യൂട്ടിക്ക് പോയി അവിടെ ചെന്ന് ഒപ്പിയിലാണ്, എനിക്ക് ഡയബറ്റിക് ഒപ്പിയിലാണ്. അവിടെ പോയി ആ മൂലയ്ക്ക് പോയി ഇരിക്കും. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ വീണു പോകരുത്, കാരണം നടക്കാൻ പോലും വയ്യ, വീണു പോകരുത് എന്ന് മാത്രം പ്രാർത്ഥിച്ചു. 3 വട്ടം ഞാൻ നാട്ടിൽ വെച്ച് വീണായിരുന്നു. കാരണം നമ്മൾ ഒരേ കിടപ്പ് ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ കാലിന്റെ മസിൽസിന്റെ ബലം പോകും. നമ്മൾ ഈ ആരോഗ്യത്തോടെ നടക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ വൺസൊന്നും നമ്മുടെ വേദനകളിലൂടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. അപ്പൊ എന്റെ കാലിന്റെ മസിൽസിന്റെ ബലം കുറഞ്ഞു. 3 വട്ടം ഞാൻ വീണായിരുന്നു. എന്റെ തലയൊക്കെ മുഴിച്ച് പലയിടത്തും വീണു. അങ്ങനെ അപ്പൊ എനിക്ക് എന്റെ ഡ്യൂട്ടി സ്ഥലത്ത് ഞാൻ വീഴരുതെന്നുള്ള ഒരു വലിയൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. കർത്താവിനെ വീഴ്ചില്ല. പിന്നെ അങ്ങോട്ട് ഞാൻ ചർച്ചിലൊക്കെ ഞാൻ പോയി. എല്ലാവരും കരയും എന്നെ കാണുമ്പോൾ. കാരണം ഞാൻ നല്ല 70 കിലോയ്ക്ക് അടുത്തുള്ള ഞാൻ എഴുന്നേറ്റ് നിൽക്കാറായപ്പോ 55 കിലോ. ഞാൻ ഡ്യൂട്ടി കുവൈറ്റ് വരുമ്പോ 55 കിലോയേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ എല്ലും തൊലിയായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്കൊരു തടിയുള്ള ചെയറിലൊന്നും ഇരിക്കാൻ വയ്യ. എന്റെ കാലങ്ങ് വേദന എടുക്കും, എല്ല് കുത്തിക്കീറുന്ന വേദന. അങ്ങനെ എന്റെ മാംസം മുഴുവൻ പോയി, എല്ലും ഈ തൊലിയുമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഞാൻ ആ OPD ഇരിക്കുമ്പോൾ
ഞാൻ എപ്പോഴും ഇടയ്ക്കെല്ലാം വെയിറ്റ് നോക്കും. പേഷ്യൻസിന് എപ്പോഴും വെയിറ്റ് നോക്കണം, ഡയബറ്റിക് പേഷ്യൻസിന്. അവിടെ കയറി നില്ലുമ്പോൾ ഞാൻ പറയും എനിക്ക് ഒക്ടോബറിൽ പോകണം, ഓഗസ്റ്റിൽ വന്നു, കർത്താവെ 60 കിലോ എന്നെ ആക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നും പ്രാർത്ഥിക്കും, വെയിറ്റ് നോക്കിയിട്ട് 60 കിലോ ആക്കണേ. കൃത്യം 60 കിലോ ഒക്ടോബർ ആയപ്പോഴത്തേക്കും കർത്താവ് തന്നു. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഈ വേദനകളിലൂടെ തീച്ചൂളിലൂടെ കടന്നാലും കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണെന്നുള്ളതിനൊരു തെളിവായിരുന്നത്. അങ്ങനെ ഒക്ടോബർ ഞാൻ നാട്ടിൽ പോയി. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഡയറിയയാ, ഈ ക്രോൺസ് ഒക്കെ അങ്ങ് കൂടിയിട്ട് നല്ല ഡയറിയ. അപ്പൊ അതിനുള്ള മരുന്ന്, എന്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാര്യം. പല ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് എന്റെ ഇമ്മ്യൂണിറ്റി ഒത്തിരി കുറഞ്ഞതാണ്. അപ്പൊ ഡയപ്പറൊക്കെ കെട്ടിക്കൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോണത്, കാരണം അതുപോലത്തെ ഡയറിയ ചില ദിവസങ്ങളിലൊക്കെ. അങ്ങനെ ഒക്ടോബറിൽ പോയി, ഡോക്ടറിന്റെ മരുന്നൊക്കെ മാറി. പിന്നീട് പയ്യെ എനിക്ക് വ്യത്യാസം വരാൻ തുടങ്ങി. ഞാനിങ്ങനെ ചർച്ചിലൊക്കെ എല്ലാവരും എന്നെ കാണുമ്പോൾ സങ്കടപ്പെടുക. അവരെ ഞാൻ ആശ്വസിപ്പിക്കും. ഞാൻ പറയും എനിക്ക് ദൈവം തരാൻ പോണത് ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു ഹീലിംഗ് ആയി പ്രാവശ്യം. പെട്ടെന്നൊരു ഹീലിംഗ് അല്ല, കർത്താവ് എനിക്ക് തരും. പലരോടും ഞാൻ അങ്ങനെ പറഞ്ഞു, കർത്താവിന് സൗഖ്യം തരും. അതിനിടയ്ക്കൊക്കെ ഒരുപാട് വേദനകളിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്തൊക്കെ ദൈവത്തിന്റെ ഒരു കാര്യമുണ്ടല്ലോ, ആ കരത്തിന്റെ ആ ചൂടറിഞ്ഞവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ, എന്നെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അങ്ങനെ ജനുവരിയിൽ പിന്നെയും ഞാൻ നാട്ടിൽ പോയി. ആ സമയത്ത് എന്റെ മോള് ഓസ്ട്രേലിയയിൽ അവള് വന്നു. അവളും മോനും ബാംഗ്ലൂരിൽ നിന്ന് വന്നു. എന്റെ മോനെ ചേർക്കാൻ പോകണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് ലീവ് എഴുതി. അങ്ങനെ ആ ജനുവരിയിൽ പിള്ളേര് 2 മാസം കൂടെ കൂടി അവന്റെ കോളേജൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു. അന്നേരം എനിക്ക് വയ്യ, എന്നാൽ പോലും എന്റെ ആഗ്രഹത്തിന് ഞാൻ അവിടെ പോയി, അവിടെ എല്ലാം കണ്ടു. ബോംബെയിലൊക്കെ പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങള് വന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ട്രീറ്റ്മെന്റിന് വേണ്ടി നാട്ടിൽ പോകാറുണ്ട്. ഇന്ന് ദൈവം എനിക്ക് ആരോഗ്യത്തെ ഒക്കെ മടക്കി തന്നു. ഇന്ന് രാവിലെയും കൂടി ഒരാൾ എന്റെ തലമുടി പിടിച്ചു നോക്കിയിട്ട് എന്നോട് ചോദിക്കുന്നു, എന്റെ മുടി വെട്ടിക്കൊണ്ടിരുന്ന ഒരു മോള, ചേച്ചിയുടെ മുടിയൊക്കെ തിരിച്ചു വന്നല്ലോ, ചേച്ചി എന്താ തലേ ചെയ്തതെന്ന്. എന്റെ മുടിയെല്ലാം പോയി. മുടി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ടയായില്ലെങ്കിൽ പോലും എന്റെ തലമുടി മുഴുവനും, ഒന്നുമില്ല, ഒരു ഇത്തിരി മുടി, പേരിന് ഒരു ഇത്തിരി മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ദൈവം തന്നതാ. ദൈവം എന്തിനു വേദന. ഞാൻ എപ്പോഴും മുടി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുമായിരുന്നു, കർത്താവെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുടിയൊക്കെ നമുക്ക് ഭയങ്കര നാണക്കേടല്ലേ, കർത്താവെ എന്നെ സഹായിക്കണേ, എനിക്കൊന്ന് തരണേ. നമ്മുടെ തലയിൽ ഒരു തലമുടിനാര് കൊഴിയുന്നത് പോലും ദൈവം അറിയുന്നു എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ദൈവത്തോട് പറയാൻ, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും കർത്താവ് സാധിപ്പിച്ചു കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് ദൈവം നിർത്തിയിരിക്കുന്നു. എന്റെ പ്രത്യേകിച്ച് എന്റെ യൂട്രസ് എന്റെ 33-ാമത്തെ വയസ്സിലാണ് എടുത്തു കളയുന്നത്. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോടൊന്നും മാത്രമേ പറഞ്ഞുള്ളൂ, കർത്താവെ ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട്, എന്റെ കുഞ്ഞുങ്ങൾക്കൊരമ്മയായിട്ട്, എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഭാര്യയായിട്ട് ഇരിക്കാൻ എന്നെ സഹായിക്കണമെന്ന്. ഇന്ന് കർത്താവ് എനിക്ക് അതെല്ലാം മടക്കി തന്നു. എന്നെ ദൈവം നിർത്തിയിരിക്കുന്നു. ഒരു സാധാരണ ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ കർത്താവ് എപ്രകാരം നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളതിന് ഒരു സാക്ഷിയായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനെനിക്ക് ഇട തന്ന ഈ ആസാദി ചാനലിലെ പാസ്റ്ററിനോടും സിസ്റ്ററിനോടുമുള്ള എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ രജനിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പലവട്ടം പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ദൈവമേ എനിക്ക് എന്റെ ഈ സാക്ഷിയൊക്കെ എനിക്കറിയാം, എന്റെ ചർച്ചിലുള്ളവർക്കറിയാം, അതിനപ്പുറം വേറൊരാൾക്ക് അറിയത്തില്ല. കർത്താവ് ഇങ്ങനെയാണ് നമ്മളെ വഴി നടത്തുന്നതെന്നുള്ള വിധം എനിക്കതൊന്ന് പറയാൻ തക്കവണ്ണം എനിക്ക് എവിടെ പോയി ഞാൻ പറയും. ലോകത്തിന്റെ പല ഭാഗത്തും പോയി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻസ് ഒത്തിരി കുറവ്, നമുക്ക് എങ്ങനെ പോയി പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയത് കൊണ്ട് ഇനിയിപ്പം കുറെ നാൾ കഴിഞ്ഞ് ഞാൻ മരിച്ചു പോയാൽ പോലും ഇത് യൂട്യൂബിൽ കാണും. അത് തന്നെ എന്റെ വലിയൊരു ആശ്വാസമാണ്. കർത്താവിന്റെ ഇത്രയെങ്കിലും കർത്താവിന് വേണ്ടി ഇനി എനിക്ക് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണം. എന്നാൽ പോലും ഇങ്ങനെ എനിക്കൊരു അവസരം തന്നതിന് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്റെ ഈ സാക്ഷ്യത്തിന് അവസരം തന്ന രജനി സിസ്റ്ററിനോടും പാസ്റ്ററിനോടും സിസ്റ്ററിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രശ്നങ്ങൾ, വളരെ രോഗകരമാകുന്ന അവസ്ഥയിലൂടെ സിസ്റ്റർ കടന്നുപോയി. പ്രത്യേകിച്ചും ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വളരെ റെയറായിട്ടുള്ളൊരു അസുഖമാണ് അല്ലേ? അതെ അതെ, വളരെ റെയറായിട്ടുള്ള അസുഖമാണ്. എന്നാൽ ദൈവത്തോളം സഹായിച്ചതിന്, വിടുതൽ നൽകിയതിന് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. സിസ്റ്റർ സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചന സങ്കീർത്തനം 106:4-5 നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. യഹോവയെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും
നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും തന്നെ. സിസ്റ്റർ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ വളരെ വേദനയിലൂടെ കടന്നുപോയപ്പോൾ ഇനി അങ്ങ് മരിക്കും എന്നൊരു ചിന്ത മനസ്സിലൊക്കെ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്നൊക്കെ ഒന്ന് മനസ്സിൽ കാണാൻ പറഞ്ഞു. ഞങ്ങളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാനും സാൻഡി കൂടെ പറയും, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവെ, തലമുറയുടെ നന്മ കാണുവാൻ, അവരുടെ ഭാവി കാണുവാൻ ഒക്കെ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. ഈ നമ്മൾ പലപ്പോഴും പല ദൈവമക്കളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരങ്ങ് സ്പിരിച്വാലിറ്റിയിൽ അവരങ്ങ് ഭയങ്കര ഒരു എക്സ്ട്രീമിൽ ചെന്നിട്ട് പറയും, ഞങ്ങൾക്കിതൊന്നും കാണണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട്. അതെനിക്ക് കർത്താവിനോട് പറയുന്നതിന് വിഷമമൊന്നുമില്ല. ചിലരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ വലിയ ആത്മീകൻ്റെ ലക്ഷണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ചിലരുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭയങ്കര ഹൈറ്റിൽ, ആ എക്സ്ട്രീം ലെവലിൽ പറയുന്ന എനിക്ക് പണമൊന്നും വേണ്ട, എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മളത് വാഗൊണ്ട് പറയുന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, സമർപ്പണത്തോടു കൂടെ പണ്ടൊക്കെ പാടുന്നൊരു പാട്ടായിരുന്നു, പിന്നെ ഭൂനിക്ഷേപം മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു, സകലതും എനിക്ക് എച്ചിൽ. അതിൻ്റെ ആരംഭം ഞാൻ മറന്നുപോയി. ശരണമെൻ കർത്താവേ, അല്ലേ? ശരണമെൻ കർത്താവേ. അപ്പം നമ്മൾ പാടുമ്പം ഭൂനിക്ഷേപം മുഴുവൻ തരുന്നെന്ന് പാടുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മളിതിങ്ങനെ വായ കൊണ്ടൊക്കെ പാടുന്നു. അപ്പം അങ്ങനെ സൂപ്പർ സ്പിരിച്വലായിട്ട് പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളാണെങ്കിലും ജീവിതത്തിൻ്റെ റിയാലിറ്റിയിൽ ഒരു സാധാരണ വ്യക്തിക്ക്, സിസ്റ്റർ ആരംഭിച്ചത് തന്നെ അങ്ങനെ, ഞാനൊരു സാധാരണ വീട്ടമ്മ, നമുക്കൊക്കെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കർത്താവിനോടല്ലാതെ ആരോട് പറയാനാ? അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ദൈവമക്കൾ പറയണം. അപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനമാണിത്. 106 സങ്കീർത്തനത്തിലെ വാക്യം, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർക്കണമേ. ദൈവം ഓർത്തെന്ന് പറയുന്ന അനേകരുണ്ട്. ദിവസത്തിൽ അനേക സ്ത്രീകളെ, അനേക ദൈവമക്കളെ, നോഹയും കുടുംബത്തെയും, അതുപോലെ ഈ ഭക്തമതികളാകുന്ന പല സഹോദരിമാരുടെ കാര്യം പറഞ്ഞിട്ട് ദൈവം ഓർത്തു എന്ന് പറയുന്ന ഭാഗമൊക്കെയുണ്ട്. ദൈവം എന്നെ ഓർക്കണം. നിങ്ങൾ ആസാദിയുടെ പ്രേക്ഷകർ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഞങ്ങളോട് ചേർന്ന്, കർത്താവേ എന്നെ ഓർക്കണം, എൻ്റെ ജീവിതത്തെ ഓർക്കണം, നിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ നിന്ന് സഹിച്ചത്, വിശ്വസ്തനായിരുന്നത്. നെഹമ്യാവ് പറയുന്നുണ്ട്, കർത്താവ് എനിക്കിത് നീതിക്കായി കണക്കിട്ട് എന്നെ ഓർക്കണമെന്ന്. നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഞാൻ ഈ ചെയ്ത വിശ്വസ്ത പ്രവർത്തികളൊക്കെ എനിക്ക് ഓർക്കണം, എനിക്ക് വേണ്ടി ഒന്ന് കൺസിഡർ ചെയ്യണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഞാൻ നിൻ്റെ വചനമനുസരിച്ചത്, സുവിശേഷ സത്യത്തിന് വേണ്ടി നിന്നത്, നിനക്ക് വിശ്വസ്തനായി നിന്നത്, തിരുനാമ നിമിത്തം നിന്ന് സഹിച്ചത് എനിക്ക് വേണ്ടി ഒന്ന് ഓർക്കണം. അടുത്ത വാക്യം പറയുക, നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. രക്ഷ എന്ന പദം സാൽവേഷൻ എന്നല്ല അവിടുത്തെ ഒരു കോണ്ടക്സ്റ്റൽ മീനിങ് എന്ന് പറയുന്നത് ഡെലിവറൻസ് എന്നാണ്. എനിക്കൊരു വിടുതൽ തരണേ എന്നതിൻ്റെ പ്രാർത്ഥന. എന്നെ ഓർത്തിട്ട് എനിക്കൊരു വിടുതൽ തരണം. നിങ്ങൾ ഇവിടെ ഇരുന്നാണെങ്കിലും ഞങ്ങളോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് എന്നെ ഒന്ന് ഓർക്കണം, എനിക്കൊരു വിടുതൽ തരണം. എൻ്റെ മനസ്സ് പറയുന്നു അധികം നാളില്ല, ഭാവിയില്ല, നന്മയില്ല, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം കടന്നു പോകും. പക്ഷെ വചനം പറയുന്നു, ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് എന്നെ ഓർത്ത് നിൻ്റെ വിടുതൽ കൊണ്ട്, നിൻ്റെ സാൽവേഷൻ, നിൻ്റെ രക്ഷ, നിൻ്റെ പ്രവൃത്തി കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. അടുത്ത വാക്യം, യഹോവേ നീ തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ നന്മ എനിക്ക് കാണണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എനിക്ക് നന്മ കാണണം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മ കാണണം, എനിക്കെൻ്റെ ചർച്ചിൻ്റെ ഗ്രോത്ത് കാണണം, എനിക്ക് ദൈവരാജ്യത്തിൻ്റെ വളർച്ച കാണണം, എൻ്റെ സ്നേഹിതരുടെ നല്ല ഭാവി എനിക്ക് കാണണം. അതൊക്കെ കണ്ടിട്ട് എനിക്ക് പോയാൽ മതി, അതൊക്കെ കാണണം. ഭൂമിയിലുള്ള അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം എനിക്ക് കാണണം, അവരുടെ കൊച്ചുമക്കളും എൻ്റെ മടിയിൽ വളരുവാനിടയായി തീരണം. അങ്ങനെയൊക്കെയുള്ള വചനഭാഗങ്ങളിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അവരുടെ നന്മ കാണണം. നിൻ്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കണം എനിക്ക്. ഇതിന് എല്ലാ മേഖലയുണ്ട്, ആത്മീക ഭൗതിക മണ്ഡലം എല്ലാം ഉണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ നന്മ, നമ്മുടെ കൂട്ടുകാരുടെ നന്മ, നമ്മളോട് കൂടെ പ്രാർത്ഥിച്ച് ആരാധിച്ചിരിക്കുന്ന ദൈവമക്കളുടെയൊക്കെ നന്മ നമുക്ക് കാണണ്ടേ? അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ?
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ സഭയിൽ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബക്കാർ എത്രയോ പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ വിടുതലൊക്കെ ഒന്ന് കണ്ട് അവരുടെ ആ വിടുതലിൻ്റെ സന്തോഷത്തിൽ ഒരു താങ്ക്സ് ഗിവിങ് പ്രയറിനൊക്കെ അറ്റൻഡ് ചെയ്ത്, അല്ലേ, അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം എനിക്ക് പ്രേക്ഷകരോട് കൈമാറാനുള്ളൊരു സന്ദേശം, നിങ്ങൾ പ്രാർത്ഥിക്ക്. ദൈവാരോഗ്യം തരും, ദൈവസൗഖ്യം തരും, ദൈവ വിടുതൽ തരും. സിസ്റ്റർ സാക്ഷ്യം നമുക്കതിനൊരു തെളിവാണ്. നാട്ടിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് നാട്ടിൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് നമ്മളെ വെച്ചിരിക്കുന്ന നമ്മുടെ ആയുസ്, ആരോഗ്യം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഒരു രോഗത്തിനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മെ മാറ്റുവാൻ കഴിയില്ല. സിസ്റ്റർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല പാസ്റ്ററെ. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായിട്ട് ദൈവത്തിന് ആയിരം സ്തോത്രം കർത്താവേ. എന്നെ കേൾക്കുന്ന കർത്താവേ, എല്ലാ പ്രേക്ഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, രോഗം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, വേദനയിലൂടെ, തീച്ചിലൂടെ അനുഭവത്തിലൂടെ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. എന്നാൽ ഹല്ലേലൂയ, നന്മയൊരുക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. പലപ്പോഴും ഞങ്ങൾക്കത് കാണാൻ പറ്റത്തില്ലപ്പാ, ഞങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ കർത്താവെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവെ, ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ ഒന്ന് ഈ ദിവസങ്ങളിൽ പ്രകാശിപ്പിച്ച് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മയൊന്ന് കാണുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുമാറാകണം കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഈ പാസ്റ്ററിനെയും സിസ്റ്ററിനെയും യേശുവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് കർത്താവെ ഈ ലോകത്തോട് പറയാനുള്ളതൊക്കെ പറയുവാൻ ഒരു അവസരം ദൈവം അവരിലൂടെ ചെയ്തെടുത്തല്ലോ. അതിനായിട്ട് ദൈവത്തിന് നന്ദി. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ സിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കാൻ മടങ്ങട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒത്തിരി കണ്ണീരിൻ്റെ താഴ്വരയിൽ കൂടെ എല്ലാം കടന്നു പോയപ്പോഴും കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പങ്കുവെക്കാൻ സിസ്റ്ററെ കർത്താവ് സഹായിച്ചതിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെയും കർത്താവ് അനുഗ്രഹിച്ച് ആരോഗ്യത്തോടെ, ബലത്തോടെ, തലമുറയുടെ നന്മയൊക്കെ കാണുവാൻ എല്ലാം ദൈവം ഇടയാക്കട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു പാസ്റ്റർ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.